പതിവ് പോലെ നമ്മൾ വളരെ കുറച്ച് ആൾക്കാരാണ് കേൾക്കുന്നതെങ്കിലും അവർക്കൊക്കെ ഉപയോഗം ആകുന്നുണ്ട് എന്നറിയുന്ന വലിയ സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഗ്ലോബൽ GSK എന്ന പ്ലാറ്റ്ഫോം വളരെ നന്നായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയ് 17-ാം തീയതി ഡോക്ടർ ഹാമറുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാം അറിയുന്ന പോലെ ഏപ്രിൽ 10-ാം തീയതി നമ്മൾ ഹാനിമാൻസ് ബർത്ത്ഡേ നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് ആഘോഷിക്കുന്ന പോലെ തന്നെ അത് ഞാനിവിടെ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലോബൽ GSKയുടെ ഒരു പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ വർഷവും അത് ഭംഗിയായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ചെയ്യുന്നത് ലോകത്തിൽ മുഴുവനുള്ള GSK ലേണേഴ്സ്, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റിമോണിയൽസ്, കേസസ്, ഇതെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോൾ മന്ത് ഓഫ് മെയ് ഈ വർഷം അതുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കൊക്കെ സഹകരിക്കാം. നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് ധാരാളം പേർക്ക് അത് ഉപയോഗപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേസി ആയിട്ട് നമ്മൾ ഇതെന്ത് ഞാനെന്ത് പറയാനാണ് എന്ന് പറയുന്ന ഒത്തിരി പേരെ സഹായിക്കുന്ന കാര്യമാണെന്നും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ സമൂഹത്തോട് സർവീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അറിവ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതാക്കണം, മറ്റുള്ളവരോട് പറയണം. എന്നിട്ട് ഇതിന്റെ ഗുണം മറ്റുള്ളവർക്കെല്ലാം അനുഭവിക്കണം. നമ്മൾ ഡെയിലി ക്ലിനിക്കിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്, എല്ലാവരും ഇതിലൂടെ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആകുമ്പോൾ, അല്ലെങ്കിൽ അതെ, എനിക്ക് രണ്ട് കേസ് ഈ കഴിഞ്ഞ ആഴ്ച കിട്ടി. ഒന്ന് അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്തു. രണ്ടാമത്തെ കേസും ഇന്ന് വന്നതാണ്. അപ്പം അവരുടെ ഇന്നലെ വന്നതാണ്. അപ്പം അമ്മ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് വരുമ്പോഴാണ് അവര് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. അതുവരെ അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള മാത്രം അറിവ് വെച്ചിട്ടാണ് ഡോക്ടർമാർ പറയുന്നതൊക്കെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും രോഗിയെല്ലാമായിട്ട് അതങ്ങോട്ട് ഷെയർ ചെയ്യുവാണ്. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു അറിവ് വന്നിട്ടുണ്ടെന്ന് അറിയുന്നവർ പോലും അതിൽ ലേസിനെസ് കാണിക്കുമ്പോൾ അല്പ സങ്കടം ഉണ്ടെങ്കിലും പരിഭവമൊന്നുമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരിലും എത്തും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലേൺ സ്വിമ്മിങ് മച്ച് ഏർലിയർ ദാൻ യു ഫോൾ ഇൻ ഡീപ്പ് വാട്ടേഴ്സ്. നില ഇല്ലാ കയത്തിൽ വീണ് കഴിയുമ്പോഴല്ല നിങ്ങൾ നീന്തൽ പഠിക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. നിങ്ങൾ മുൻകൂട്ടി നീന്തൽ അറിഞ്ഞിരിക്കുന്നവരാകുക. അപ്പോൾ നമുക്കൊരു ഒരു നിലയില്ലാ കയത്തിൽ വെള്ളം വന്നാലും നമുക്ക് അതിൻ്റെ അതിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും, ഈ അറിവുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ സ്ഥിരം ഇന്ന് വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അത് കോമ്പസ് ഓഫ് ജർമ്മൻ ന്യൂ മെഡിസിൻ. ഇത് തന്നെ ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുക്കാൻ മാത്രമുള്ള അറിവുകൾ ഈ ഒരു ചെറിയ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത സ്ലൈഡും അതുപോലെ തന്നെയാണ്. അത് ബൈ ഫേസ് അല്ലെങ്കിൽ ടു ഫേസ് പാറ്റേൺ ഓഫ് എവറി പ്രോഗ്രാമാണ് നമ്മൾ അതിലൂടെ പഠിക്കുന്നത്. അതെല്ലാം ഡിസീസ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഡിസീസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. എന്ന് പറഞ്ഞാൽ എന്തോ ഇനിമിക്കൽ, എന്തോ ഹാംഫുൾ, എന്തോ നെഗറ്റീവ്, എന്തോ എന്നാണ് മലിഗ്നന്റ് എന്നൊക്കെയാണ് നമ്മൾ രോഗത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇതൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പഠിപ്പിച്ച എല്ലാം ഓരോ പ്രോഗ്രാംസാണ്. ഈ പ്രകൃതിയുടെ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത്. ആ പ്രോഗ്രാം നമുക്ക് നാശത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ നന്മയ്ക്കും നമ്മുടെ അതിജീവനത്തിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ രണ്ട് ഫേസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ്. രണ്ട് ഭാവങ്ങൾക്കും അല്ലെങ്കിൽ രണ്ട് ഫേസിനും രണ്ട് ഘട്ടങ്ങൾക്കും തനതായ ലക്ഷണങ്ങളുണ്ട് എന്നുള്ളതും നിങ്ങളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെ ശ്രദ്ധ കാണിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ വലിയ ഗൗരവം കൊടുക്കാറില്ല. കാരണം അതൊരു ഒരു ഫേറ്റൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറി വരുന്നതല്ല, അല്ലെങ്കിൽ ഒരു ഫേറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചു അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് കഴിച്ചു അതോടുകൂടി മാറും, അല്ലെങ്കിൽ ടൂത്ത് ആബ്സസ് റിമൂവ് ചെയ്തു, എക്സസൈസ് ചെയ്തു,
അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തു, ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് കൂടെ നമ്മളത് മാനേജ് ചെയ്യാനായിട്ടൊക്കെ നമുക്കറിയാം. ഈ പുതിയ സമൂഹത്തിൽ എല്ലാ ലക്ഷണങ്ങളും മാറ്റുകയാണ് ചികിത്സ എന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ച ഒരു ശാസ്ത്രം കൂടി ഉള്ളിടത്തോളം കാലം അവർ ശക്തരായതുകൊണ്ടും ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ടും റിച്ച് ആയതുകൊണ്ടും അവർ പറയുന്നതാണ്. പക്ഷെ അതേ പ്രിൻസിപ്പിൾ ഹോമിയോപ്പതിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. അതായത് നമ്മുടെ ലക്ഷണങ്ങളെ ഇല്ലായ്മ ചെയ്യലല്ല ഒരു ചികിത്സകന്റെ പ്രഥമവുമായിട്ടുള്ള ലക്ഷ്യം. എന്തുകൊണ്ടാണ് ആ ലക്ഷണം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. അവിടെയാണ് GHKയുടെ പ്രാധാന്യം. GHK പലരും ക്വാളിഫൈ ചെയ്യുന്നത് ഒരു GPS ആയിട്ടാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ സിംറ്റം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് GPS വേണം, എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ജർമ്മൻ ലെയർ പഠിക്കണം, അതിൻ്റെ കോൺഫ്ലിക്റ്റ് പഠിക്കണം, അതിൻ്റെ ബൈഫേസിക് ആയിട്ടുള്ള സിംറ്റംസ് പഠിക്കണം, അതിൻ്റെ ബയോളജിക്കൽ പർപ്പസ് പഠിക്കണം, എന്താണ് ഹോൾ പ്രോഗ്രാം എന്നും പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ അറിയുന്ന പോലെ, നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ, ടീത്ത് ആൻഡ് ജോ. ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾ, ജോ എന്ന് പറഞ്ഞാൽ നമ്മൾ താടിയെല്ലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. മുകളിലത്തെ താടി, അപ്പർ ജോ, ലോവർ ജോ, അതാണ് ജോസ്. ഇപ്പൊ ജോ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ജോ മസിൽസും ഉണ്ട്. കാരണം നിങ്ങൾക്ക് അറിയുന്ന രണ്ട് സൈഡ് മസിൽസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ബൃഹത്തായ ടോപ്പിക് തന്നെയാണ്. ഇതിന്റെ സിംറ്റംസ് ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത ആരും ഉണ്ടാവത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സിംറ്റം റിലേറ്റഡ് ടു ടൂത്ത് വരുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇത്രയും നമ്മൾ പ്രാഥമികമായിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് GHK പെർസ്പെക്റ്റീവിൽ, ജർമാനിക് ഹീലിംഗ് നോളജിന്റെ പെർസ്പെക്റ്റീവിൽ, അതിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് പല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നറിയപ്പെടുന്ന അവസ്ഥകൾ, എന്താണ് താടിയെല്ലും മേൽത്താടിയും ഒക്കെ അനുഭവിക്കുന്ന അതിന്റെ കണ്ടൻസ് എന്താണ്, അതിന്റെ അനാറ്റമി എന്താണ്, ഫങ്ഷൻ എന്താണ്, ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സിന് ഇതിന്റെ അനാറ്റമിയൊക്കെ കുറച്ചറിയാം, ഫങ്ഷനൊക്കെ അറിയാം. എന്നാലും നമുക്ക് അധികമൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, GHK പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമ്മൾ പല്ലും താടിയെല്ലും മോണ അല്ലെങ്കിൽ ജോ മസിൽസ് എന്ന് പറയും, ഇതിന്റെ എല്ലാം രോഗാവസ്ഥകളുടെ കാരണങ്ങൾ എന്താണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാംസും പറയുന്ന പോലെ തന്നെ ഇതിനും ആ ട്രയാഡ് നിങ്ങൾ ഒരിക്കലും മറന്നേക്കരുത്. സൈക്കിക് കോസാണ്, അതിനെ നമ്മൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയും. അത് ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഭാഗത്താണ് ആ പർട്ടിക്കുലർ ഓർഗൻ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഓർഗനിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, ആക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, ഹീലിംഗ് ഫേസിൽ ഉണ്ടാകുന്നതുമായ വ്യത്യസ്തമായ ലക്ഷണങ്ങളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ എന്ന് പറയുന്ന CPU പ്രോസസ്സർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബോഡി ഓൺലി ഡിസ്പ്ലേ ആണ്, മോണിറ്ററാണ്. മോണിറ്ററിൽ കാണുന്നത് മുഴുവനും CPUവിന്റെ ഫംഗ്ഷൻ കൊണ്ടാണ്. പക്ഷെ നമ്മുടെ എൻ്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ പോലെ, ലാപ്ടോപ്പ് പോലെ അതിന് CPUവും മോണിറ്ററും മാത്രമല്ല ഉള്ളത്. നമുക്ക് ആത്മാവുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, ദൈവികത്വമുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ചാൽ പോലും മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ മനസ്സിന് തന്നെ പല തലങ്ങളുണ്ട്. അതിൽ സൈക്കി എന്ന് പറയുന്ന മിക്കവാറും സബ് കോൺഷ്യസ് മൈൻഡാണ്. അവിടെയുള്ള കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ എല്ലാ രോഗങ്ങളെയും നമ്മൾ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ SBS, സിഗ്നിഫിക്കൻറ്റ് സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാം ഓഫ് നേച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവിടെ ഒരു സൈക്കിക് കോൺഫ്ലിക്റ്റ് ഉണ്ട്, മനസ്സിൽ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അത് തലച്ചോറിൽ ഒരു പ്രത്യേക ഒരു ലൊക്കാലിറ്റിയിൽ, ലൊക്കേഷനിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇമ്പാക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗനിൽ ഇമ്പാക്റ്റും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം ടിഷ്യൂവിൽ കാണുന്നതല്ല ഒറിജിൻ, അല്ലെങ്കിൽ ബോഡി ലെവലിലല്ല കോസേഷൻ ഓഫ് ഡിസീസ് എന്ന് 100% ഓഫ് ദി ഡിസീസസ്. നമ്മൾ ഒത്തിരി ആദ്യമേ പറഞ്ഞാണ് 3 എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന് ട്രോമ, ആക്സിഡന്റ്, ഇഞ്ചുറി എക്സെട്ര. നമ്പർ 2 ടോക്സിൻസ്, പോയിസൺ, പൊല്യൂഷൻ എക്സെട്ര. നമ്പർ 3 മാൾ ന്യൂട്രീഷൻ, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഉള്ളിൽ ചെന്ന് പെട്ടുന്നില്ലെങ്കിൽ. അപ്പൊ ഈ 3 കാരണം ഒഴിച്ച് ബാക്കി നിങ്ങൾ കാണുന്ന എല്ലാ പല്ലുവേദനകളും, എല്ലാ ക്യാൻസറുകളും, എല്ലാ കാരീസും, എല്ലാ ബ്രേക്കേജ് ഓഫ് ബോൺസും, ആപ്സസും, ഗം ആപ്സസും, എന്തെല്ലാം ഈ ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കല്ല, എല്ലാത്തിലുള്ളതുപോലെ തന്നെ ഈ ടോപ്പിക്കിൽ വരുന്ന എല്ലാ ഡിസീസ് കണ്ടീഷൻസും ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഇൻ ദി മൈൻഡ്, എ പർട്ടിക്കുലർ ഇമ്പാക്റ്റഡ് ഏരിയ ഇൻ ദി ബ്രെയിൻ, ആൻഡ് ഓഫ് കോഴ്സ് ദി ടിഷ്യൂ. അപ്പൊ ഈ 3
ഘട്ടം, ഈ ട്രയാഡ് സിങ്ക്രോണസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് GHK മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സിംറ്റത്തിലേക്ക് അല്ലെ ബോഡി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് മാത്രമാണ് നമുക്ക് ക്ലൂ ടു എൻറ്റർ ഇൻ ടു ദി ഹോൾ പ്രോസസ്. കാരണം രോഗി ഒരിക്കലും എനിക്ക് ഇന്ന സംഘർഷം ഉണ്ടെന്നൊന്നും പറഞ്ഞ് തുടങ്ങാറില്ല. അത് ക്യാൻസർ ആയിട്ട് വന്നാലും അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഏത് പത്തോളജി എന്ന് നമ്മൾ പറയുന്നത് ഏത് രോഗം കൊണ്ട് വന്നു കഴിഞ്ഞാൽ രോഗി ഒരിക്കലും എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല, ഞാൻ PG പഠിച്ചതാണ് എന്നൊക്കെയുള്ള കോൺഫ്ലിക്റ്റുകളൊന്നും ആരും പറഞ്ഞു തുടങ്ങാറില്ല. പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് നടുവേദനയാണ്, ഇന്ന് ഇന്ന് ഒരു സ്പൈനൽ കോഡിലുള്ള വെർട്ടിബ്രൽ ലിസ്റ്റസിസ് കേസ് വന്നു, L5 and S1 അതാണ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ. അപ്പം പേഷ്യന്റിന് അത് അറിയത്തില്ല, എവിടെയോ സെൽഫ് ഡീവാലുവേഷൻ ആണ് അതിന്റെ കോൺഫ്ലിക്റ്റ് എന്ന്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും വി വിൽ ട്രൈ ത്രൂ അവർ തെറാപ്പിയോടുകൂടി നമ്മൾ അവരെ സഹായിക്കുവാണ്, അങ്ങനെയാണ് നിങ്ങൾ ഇത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമ്മൾ അനാറ്റമിയിലേക്ക് വരുവാണ്. ഡോക്ടേഴ്സിനൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര അറിഞ്ഞാലും പലപ്പോഴും നമ്മൾ ഡെന്റൽ പ്രോബ്ലംസ് എല്ലാം ഡെന്റിസ്റ്റിന് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഇതിന്റെ അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ വളരെ കുറച്ചേ അറിയത്തുള്ളൂ എന്നുള്ളതാണ് നഗ്നമായ സത്യം. ഞാൻ കൺഫസ് ചെയ്യുവാണ്, ആസ് എ ഡോക്ടർ ഞാൻ ഇതൊന്നൊക്കെ പഠിച്ചത് വളരെ 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 കുറവായിട്ടാണ്. പക്ഷെ GHK പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു 20-25 പ്രാവശ്യമെങ്കിലും ഈ ചാപ്റ്ററുകളിലൂടെ ഞാൻ പോയിട്ടുണ്ട്, ഇന്നും വായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലാസ് എടുക്കുന്നത്. സോ ഐ ആം ഓൾസോ ബെനിഫിറ്റഡ്. ഞാൻ എന്നും അങ്ങനെയായിരുന്നു, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ നമുക്ക് എന്നും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ വായിക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സുകളിലൂടെ പൂർണ്ണമായ ടീത്ത് അല്ലെങ്കിൽ ജോ റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ സ്ട്രക്ചർ അല്ല അനാറ്റമി എന്ന് പറയുന്നത് എന്താണ്, പല്ല് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ. മുകളിൽ കാണുന്ന ചുമന്ന ഭാഗത്തെ നമ്മൾ ഇനാമൽ എന്നാണ് പറയുന്നത്. ചുമന്നതായതുകൊണ്ട് തന്നെ അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. അത് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ജെർമിനൽ ലെയർ എന്ന് പറയുന്നത് എക്ടോഡെമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എന്താണ്, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ എന്താണ് നമ്മൾ പഠിക്കും. അതിന്റെ താഴെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന ടോപ്പിക്, ഡെന്റീൻ. ഡെന്റീന്റെ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അതിന്റെ ഒറിജിൻ ന്യൂ മീസോഡിയമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺഫ്ലിക്റ്റ് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യമേ പറയുന്നത് ക്രൗൺ എന്നറിയപ്പെടുന്ന ചുമന്ന ഭാഗമാണ്. അതിനെ നമ്മൾ ടെക്നിക്കലി ഇനാമൽ എന്നാണ് പറയുന്നത്, ഇനാമൽ ഓഫ് ദി ടൂത്ത്. അതിന്റെ താഴെ ഡെന്റിൻ, അത് തന്നെയാണ് റൂട്ട് വരെ പോകുന്ന വളരെ സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന ജോ ബോൺസിൽ ഉറച്ച് നിർത്തുന്ന, പല്ലിനെ വളരെ ബലമുള്ള ഒരു ടിഷ്യൂ ആണ് ടൂത്ത് എന്ന് പറയുന്നതിന്റെ ഡെന്റിൻ. കാരണം അത് ബോണിനേക്കാൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പല്ല് എന്ന് പറയുന്നത് അത് ഉറച്ചു വെച്ചിരിക്കുന്ന ഗമ്മിനേക്കാളും അല്ലെങ്കിൽ ജോ എന്ന് പറയുന്ന ബോണാണ്. ആ ബോണിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള സാധനം, അത് മിനറലൈസ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഡെന്റിൻ. അതിനെ നമ്മൾ റൂട്ട് എന്ന് പറയും. റൂട്ട് എന്ന് പറയുന്നതും ഡെന്റിനാണ്. പിന്നെ പൾപ്പ്, അതിന്റെ അകത്ത് കാണുന്ന ആ ഒരു നീല കളറ്, ഒരു വശത്ത് അത് വീണ്ടും ഓപ്പൺ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെയാണ് റെഡ് ബ്ലഡ് വെസൽസും അല്ല സോറി നമ്മുടെ ആർട്ടറി, കാപ്പിലറി, നെർവസ് സിസ്റ്റം എല്ലാം അതിലൂടെയാണ് പോകുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അതിന്റെ സപ്ലൈ എന്ന് വേണേൽ പറയാം. അതായത് സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പൾപ്പ് ചെയ്യുന്നത്. അതിനകത്ത് വെസൽസും നെർവ്സും ഒക്കെ ഉണ്ട്. ഇനി അതിനെല്ലാം കവറിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പെഡിഡോൺട്ടിയം എന്ന് പറയും, പെഡിയോഡോൺഷ്യം എന്ന് പറയാം. അപ്പൊ അത് ഇതിനെ കവർ ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റിലേക്ക് നമ്മൾ പഠിച്ച ഓസ്റ്റിയം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ഇവിടെ പെരിയോഡോണ്ടിയം ഉണ്ട്. അതും അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന സാധനമാണ്. അത് പിന്നെ അടുത്ത് വരുന്ന ഗംസ് എന്ന് പറയുന്നതിന് 2 ലെയർ ഉണ്ട്. നിങ്ങൾ സബ്മ്യൂക്കോസ എന്ന് പറയുന്നതാണ് ആ ചെറിയ കുറച്ച് വളരെ ഭാഗമുള്ള ആ മഞ്ഞ നിറത്തിൽ കാണിക്കുന്നത്. അതിന്റെ ഒറിജിൻ ജെർമിനൽ ലെയർ എന്ന് പറയുന്നത് എൻഡോഡേൻ ഡിറൈവ്ഡ് ആണ്. അത് വായിൽ മുഴുവനുണ്ട്. സബ്മ്യൂക്കോസ ഉണ്ട്, സ്ക്വാമസ് എപ്പിത്തീലിയം അല്ലെ പെരിഫറൽ ഉണ്ട്. അപ്പോൾ ഒന്ന് റെഡ് ആണ്, ഒന്ന് യെല്ലോ ആണ്. ഇതൊക്കെ നിങ്ങൾ മൗത്ത് പഠിച്ചപ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളിനി ജോ സ്ട്രക്ചർ, അതായത് ഈ പറയുന്ന ബോൺ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന്റെ മാക്സില എന്ന് പറയുന്ന അപ്പർ പാർട്ടും അപ്പർ ജോയും മാൻഡിബിൾ എന്ന് പറയുന്ന ലോവർ ജോ, കീഴ്ത്താടി മേൽത്താടി എന്ന് പറയാം. അതിന്റെ കൂടെ നമുക്ക് വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്.
അതായത് ഈ ടെമ്പറൽ പാർട്ട് ഓഫ് ദി സ്കള്ളിന്റെ നമ്മുടെ മാൻഡിബിള് ഒരു ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ജോയിന്റ് ആണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഗം സോറി ജോ റിലേറ്റഡ് ടൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ്. ആ പടം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, കാണാതെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് കൂടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ഇവിടെ നിങ്ങൾ 3 ടിഷ്യൂ ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് ചുമപ്പ് കാണുന്നുണ്ട്, ബോൺ കാണുന്നത്. അപ്പൊ 3 ടിഷ്യൂവും ജർമ്മൻ ലെയർ അതിന്റെ ഒറിജിൻ അവിടെയുണ്ട്. അപ്പോൾ ഡെന്റിനും ജോ ബോൺസും ന്യൂ മീസോഡേമിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഓറഞ്ച് കളർ വന്നിരിക്കുന്നത്. ഇനാമൽ എന്ന് പറയുന്നത് എക്ടോഡേം ഡിറൈവ്ഡ് ആണ്, അതുകൊണ്ടാണ് അതിന് റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. ജോ മസിൽസ് അത് വേറൊരു പടത്തിൽ കാണിക്കാം. ജോ മസിൽസ് ന്യൂ മീസോഡേം ഡിറൈവ്ഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പല്ലിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട അവയവങ്ങൾ. അപ്പം ഡിഫറെന്റ് ബ്രെയിൻ കൺട്രോൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ഓറഞ്ച് കളർ നിങ്ങൾ റൈറ്റ് സൈഡിലെ പിക്ചർ കാണുന്നത് തന്നെ ലെഫ്റ്റ് സൈഡിലെ ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ നിങ്ങൾക്കറിയാം. മീസോഡേമിനെ ടോട്ടലായിട്ട് ന്യൂ മീസോഡേം കാണിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അത് ആ ചെറിയ പടത്തിൽ കാണിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ബ്രെയിനിന്റെ സ്ട്രക്ചർ കാണുന്നതാണ് സെറിബ്രൽ മെഡുല്ല ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ആ സെറിബ്രൽ മെഡുല്ല നമ്മളൊരു ക്രോസ് സെക്ഷൻ ആയിട്ട് ഒരു പിക്ടോറിയൽ ആയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. അത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിനൊരു സെമി എന്താ പറയണ്ടേ, 2 ഹെമിസ്ഫിയർ ഉണ്ട്. 2 വശത്തും പല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ, 2 വശത്തും താടിയെല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ, 2 വശത്തും ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് നടുവേ ഒരു വര വരച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബ്രെയിൻ കൺട്രോൾ എപ്പോഴും ഓർക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ സെറിബ്രൽ മെഡുലയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡെന്റിനാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഡെന്റിൻ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ കൺട്രോൾ സെറിബ്രൽ മെഡുലയാണ്. അതുകൊണ്ട് തന്നെ അതിന് ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓഫ് ദി കംപ്ലീറ്റ് ഡെന്റിൻ കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് സൈഡിലുള്ള കംപ്ലീറ്റ് കൺട്രോൾഡ് ബൈ റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ 2-3 വേർഡ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് കോൺഫ്ലിക്റ്റ് തീം. തീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രോസ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. അത് ഈ പേഷ്യന്റിന്, ചിലപ്പോൾ ഈ 5 വയസ്സായ കുട്ടിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 60-70 വയസ്സുള്ള മനുഷ്യനിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്തു എന്ന് ആ രോഗിയോട് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രോബ് ചെയ്ത് എടുക്കുന്നതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. അത് രോഗിയെ ഹെൽപ്പ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. അപ്പൊ രോഗിക്ക് പറയും, ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിങ്ങനെയാണ്, സോ ദെയർഫോർ ഐ ഹാഡ് ദിസ് സിംറ്റം എന്നൊക്കെ പറയും. എന്നെ ശ്രമിക്കുന്ന ഒത്തിരി പേര് പ്രിഡിക്റ്റീവ് ഫോളോവേഴ്സ് ആണെന്ന് എനിക്കറിയാം ഹോമിയോപ്പതിയിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആലുവയിൽ വെച്ചാണ്, അവിടെ വെച്ചാണെന്ന് ഡോക്ടർ പ്രഫുൽ വിജേക്കർ ഒരു ദിവസം വന്ന് ഭയങ്കരമായ പല്ലുവേദനയായിട്ടാണ് വന്നത്. അപ്പോൾ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് GNM നന്നായിട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഞാൻ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെല്ലാം അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡിന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ അയച്ചു കൊടുത്തു. പക്ഷെ ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിനല്ല കൊടുത്തത്, ഒരു അലോപ്പതി ഡോക്ടർക്കാണ് കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സത്വം, എന്താ സത്ത അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അതാണ് ഇന്നത്തെ ടോപ്പിക്, അല്ലെങ്കിൽ ഇന്നത്തെ തീം. എന്താണത്? നോട്ട് ഏബിൾ ടു ബൈറ്റ്, നോട്ട് ബീങ് ഏബിൾ ടു ബൈറ്റ്. എന്താണ്? എനിക്ക് കട്ടിക്കാനുള്ള ദേഷ്യം വരുന്നു, പക്ഷെ ഐ ആം നോട്ട് ഏബിൾ ടു. എന്താണ്? ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, അവർ അലോപ്പതി ഡോക്ടറാണ്. സോ സമൂഹത്തിലുള്ള ആ ഒരു ഡിഫറൻസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടൂത്തേക്ക് വരാനുള്ള കാരണമെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു ഒരു വിധത്തിൽ പറഞ്ഞ, കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് മീസോഡേം ഡിറൈവ്ഡ് ആണ്, അതുപോലെ തന്നെ സെറിബ്രൽ മെഡുലയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തീം ഇറ്റ് കംസ് അണ്ടർ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പൊ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്, അതായത് ഞാൻ തന്നെ എന്റെ വില ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളതിനോട് റിയാക്ട് ചെയ്യുവാണ്. അപ്പൊ മെയിൻ തീം അത് തന്നെയാണ്. പക്ഷെ പല്ലിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ തീം മൊത്തത്തിൽ പറയുമ്പോൾ നോട്ട് ബീങ് ഏബിൾ ടു ബൈറ്റ്. നിങ്ങൾക്കറിയാം, കടിച്ച് തിന്നാൻ, കടി കൊടുക്കാൻ, അല്ലെ കടിക്കാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് ഏബിൾ ടു. എന്തുകൊണ്ട്? അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും പല്ലു ആയിട്ട് വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. സപ്പോസ് യു ആർ എ പോമറേനിയൻ ഡോഗ്, അല്ലെ ഡാഷ് ഹോണ്ട് എന്നൊക്കെ പറയുന്ന ഈ നിലത്തൂടെ പതിഞ്ഞ് നടക്കുന്ന ചെറിയ പട്ടി, അത്, നിങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ അവിടെ ഒരു അൽസേഷ്യൻ ഡോഗ് ഉണ്ട്, ഒരു ബിഗ്, 100 pound, 150 pound. 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 100 pound, 150 pound
ഡോഗ്. ആ ഡോഗിന്റെ ശബ്ദത്തിലും അവന്റെ ഗാംഭീര്യത്തിലും ഈ ചെറിയ പട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കലി ചെന്ന് കഴിഞ്ഞാൽ തോൽക്കുകയേ ഉള്ളൂ. ഇതാണ് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. പക്ഷെ അവൻ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിവൃത്തിയില്ല. അപ്പോൾ ആ സിറ്റുവേഷനാണ് നോട്ട് ബീയിങ് ഏബിൾ ടു ബൈറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്റെ ഉദാഹരണം. പുരുഷഭാഗം മത്സരത്തിൽ KCB യങ് ഓറിയോൺസിനെ നേരിടുന്നു. രണ്ടാമത്തെ മത്സരം വനിതാ വിഭാഗത്തിന്റെ ഇലക്ഷൻ അവിടെ നടക്കട്ടെ ദേവാനന്ദ. സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ നമ്മൾ പല്ലിലേക്ക് വരുമ്പോഴത്തേക്ക് നോട്ട് ബീയിങ് ഏബിൾ ടു ബൈറ്റ്. ഇനി ഇത് അവരവരുടെ ജീവിതത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആണെന്ന് അവരവർ തന്നെ അത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറയാം, ഓരോ കേസും ഡിഫറെന്റ് കാരണങ്ങളാണ്, ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഡിഫറെന്റ് വേ ഓഫ് അഫെക്ഷൻ ആണ്. വ്യത്യസ്തമായ രീതിയിലാണ് അതിന്റെ ഇന്റൻസിറ്റി, ഗൗരവം വ്യത്യാസപ്പെട്ടിരിക്കും, കാരണം വ്യത്യസ്തമായിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവര് ഉടനെ തന്നെ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പം ഒരു വീക്ക് പൊസിഷൻ ആയിട്ട് ഈ രോഗി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, ആ വ്യക്തിക്ക് തോന്നുവാണ് ഐ ആം ഇൻ എ വീക്കർ പൊസിഷൻ. എന്താണ് അത്? പലപ്പോഴും ഫാമിലിയിൽ തന്നെ ആയിരിക്കാം. ഐ ഹാവ് ഗോട്ട് എൻ എൽഡർ ബ്രദർ ഹു ഈസ് വെരി ഡിക്റ്ററ്റോറിയൽ, വളരെ കൺട്രോൾ ചെയ്യുന്നു, വളരെ ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെ അവൻ ഭയങ്കര പവർഫുൾ ആണ്, അവൻ ഭയങ്കര സ്ട്രോങ് ആണ്, അവന്റെ അടുത്ത് എനിക്ക് ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എനിക്ക് അവനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പൊസിഷൻ. വർക്ക് പ്ലേസിലായിരിക്കും. വർക്ക് പ്ലേസിൽ ഞാൻ ചിലപ്പോൾ ഒരു പ്യൂണായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ഓർഡിനറി സ്റ്റാഫ് ആയിരിക്കും. അവിടെ ഒരു സൂപ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മാനേജർ ഉണ്ട്, വെരി ആരോഗന്റ്, വെരി ഡോമിനേറ്റിംഗ്, വെരി കൺട്രോളിങ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഹെൽപ്ലെസ് ആണ്. അപ്പോൾ എന്റെ വില കുറഞ്ഞതായിട്ട് തോന്നുന്നു, പക്ഷേ ഐ വാണ്ട് ടു റിയാക്ട്, ഐ വാണ്ട് ടു ബൈറ്റ്, ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു ബൈറ്റ്. ഈ സിറ്റുവേഷനാണ് ഈ പല്ല് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കത് വളരെയധികം ഉപയോഗപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ കുട്ടി കരഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് പല്ലുവേദന വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന് പല്ലുവേദന എന്നൊക്കെ പറയുന്ന, പല്ലുവേദന മാത്രമല്ല പല്ലിന്റെ ഡാമേജ് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു പറ്റുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അപ്പോൾ ചില കേസുകളിൽ ഇത് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ, ചിലപ്പം ഹസ്ബൻഡ് ആയിരിക്കും അബ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിഡേറ്റർ ആയിരിക്കും അബ്യൂസ് ചെയ്യുന്നത്. ഹീസ് കോൺസ്റ്റന്റ്ലി ആഫ്റ്റർ ഹെർ. അപ്പോൾ അവൾ ഒരു പ്രേ ആവുന്നു. അതൊരു അബ്യൂസീവ് സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ എപ്പോഴും സ്കോൾഡിങ്, എപ്പോഴും കൺട്രോളിങ്, എപ്പോഴും ഫൈൻഡിങ് ഫോൾട്ട്, എപ്പോഴും സെൻസോറിയസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലും ഐ കനോട്ട് റിയാക്ട്, ഐ എം നോട്ട് ഏബിൾ ടു റിയാക്ട്, ഐ എം നോട്ട് ഏബിൾ ടു ബൈറ്റ്. കടിച്ചു തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓർ ഐ എം ഓൾവേസ് റെസ്ട്രിക്റ്റഡ്, എപ്പോഴും കൺട്രോളിങ് ആണ്. മേ ബി മൈ ഫാദർ, മേ ബി മൈ പാർട്ട്ണർ, മേ ബി മൈ ഹസ്ബൻഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഓവറായിട്ടുള്ള കൺട്രോളും വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ച് എന്താ പറയുക, അഗ്രസീവ് ആകും, തിരിച്ച് റിയാക്ട് ചെയ്യും. പക്ഷെ തിരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല. ഐ ആം നോട്ട് ഏബിൾ ടു ബൈറ്റ്. അതാണ് അതിന്റെ കോൺഫ്ലിക്റ്റ്. ഇത് മനസ്സിലാക്കുക. അപ്പോൾ പല്ലിന്റെ കാര്യം ഡെന്റിനാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡെന്റിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നോട്ട് ബീയിങ് ഏബിൾ ടു ബൈറ്റ്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനാമലിലേക്ക് വരുമ്പോൾ ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. ഇതിലേതാ സ്ട്രോങ്? ഐ ആം നോട്ട് ഏബിൾ ടു ഫൈറ്റ്. അവിടെ ഫൈറ്റ് ചെയ്യണമെന്നുള്ള ഫോഴ്സ് വളരെ സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ടിഷ്യൂവിനെയാണ് ബാധിക്കുന്നത്. വെൻ കമ്പയർഡ് ടു ദി ഈ പറയുന്ന മീസോഡിയം ഡിറൈവ്ഡ് ആയിട്ടുള്ള സെറിബ്രൽ മെഡില കൺട്രോൾ ആയിട്ടുള്ള ഈ ടിഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഡെന്റിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനാമൽ നമ്മൾ പിന്നെ പഠിക്കും, അത് ലെസ് സ്ട്രോങ്ങർ ആണ്. അപ്പൊ ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ് എന്ന് പറയും. ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ്. അപ്പൊ അതിന്റെ ഗ്രോസ് ആയിട്ടുള്ള തീം സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സംഭവിക്കുന്നത്, എന്താണ് ഡ്യൂറിങ് ഹീലിംഗ് സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ ബയോളജിക്കൽ പർപ്പസ്, ഫൈനലി എന്ത് സംഭവിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ബോഡി ഇങ്ങനെ ഈ പറയുന്ന പ്രോഗ്രാം എടുത്തുപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഈ പറയുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആരാണോ രോഗിയായിട്ട് പല്ല് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്, ആ രോഗി എപ്പോഴും ഒരു വീക്കർ പൊസിഷനിലാണ് എന്നുള്ള അവയർനെസ് ആണ്. അത് വർക്ക് സൈറ്റ്, ഫാമിലി, അതോറിറ്റി ആയിട്ടുള്ളത്, അബ്യൂസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ, സ്കോൾഡിങ്, റെസ്ട്രിക്ഷൻ, ഇതൊന്നും നിങ്ങൾ മറക്കരുത്. കോൺസ്റ്റന്റ് ആയിട്ട് ഈ വെർബൽ കൺട്രോൾ അല്ലെങ്കിൽ വെർബൽ കോൺഫ്ലിക്ട്സ്, ഇതും വല്ലാതെ നമ്മളെയല്ല മജോറിറ്റി ഓഫ് ദി പേഷ്യൻസിനെ ബാധിക്കുന്ന സിറ്റുവേഷൻ. ഇനി പല്ല് എന്ന് പറയുന്നതിന്റെ, നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ,
ഓരോ ഭാഗത്തിനും ഇതൊക്കെ GNM പഠിച്ചതിന് ശേഷം മാത്രം എനിക്ക് കിട്ടിയ അറിവുകളാണ്. അതായത് ഇൻസിസർ ഉണ്ട്, കനൈൻ ഉണ്ട്, പ്രീ മോളാർ ഉണ്ട്, മോളാർസ് ഉണ്ട്. മെഡിക്കൽ പീപ്പിൾ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പടത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇൻസിസർ എന്ന് പറയുന്നത് ഫ്രണ്ടിലെ 4 പല്ലുകൾ. അപ്പൊ അവിടെ 2 അടയാളപ്പെടുത്തി ഒരു സൈഡിലേതാണ്. അപ്പം ഒരു വശത്ത് 2 ഇൻസിസർ. ആ കനൈൻ എന്ന് പറയുന്നത് പട്ടി വർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് കനൈൻ. അപ്പോൾ അത് ആ കോർണറിലുള്ള കോമ്പല്ല് എന്ന് പറയുന്ന നീളമുള്ള പല മൃഗങ്ങളിൽ, പട്ടികളിലൊക്കെ വളരെ നീളത്തിലുള്ള പല്ല് ആണ് കനൈൻ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് പുറകിലുള്ളതാണ് പ്രീമോളാർ. പ്രീമോളാറിന്റെ പുറകിലുള്ളതാണ് മോളാർസ്. അപ്പൊ ഈ പ്രീമോളാറും മോളാറുമാണ് കൂടുതലും ച്യൂയിങ് എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ നടക്കും. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻസിസർ ഫ്രണ്ടിൽ എന്താണ് ഇൻസിസർ? അതെന്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ ഒരു ബൈറ്റ് ചെയ്ത് എടുക്കുകയാണ്, ഞാൻ അതിനെ എൻ്റെ സ്വന്തമാക്കുകയാണ്. സോ അതിനെ ബൈറ്റിംഗ് ആണ് അതിന്റെ ഫങ്ഷൻ. ബൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് വായിലേക്ക് ഇടുക. Related bite count, not being able to bite. I want to possess something, but I am not allowed to. അതാണ്. അതുകൊണ്ട് ഐ ആം നോട്ട് ഏബിൾ ടു എന്നുള്ളതാണ് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. മറന്നേക്കരുത്. കാരണം ഇതേ ഇമേജും ഇതേ ഡിസ്ക്രിപ്ഷനും ഞാൻ പിന്നീട് പറയും. ഇനാമിൽ പഠിക്കുമ്പോഴും അവിടെ കോൺഫ്ലിക്റ്റ് റിലേറ്റീവ് ആണ്, പക്ഷെ ലെസ് സ്ട്രോങ്ങറാണ്, അല്ലെ ലെസ് സ്ട്രോങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കനൈൻ എന്ന് പറയുന്ന ഈ കോമ്പല്ലിലേക്ക് വരുമ്പോഴത്തേക്കും ക്രൈപ്പിംഗ്, അതായത് നമ്മൾ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി ഭക്ഷണത്തെ എടുക്കുക എന്നുള്ളതാണ് കോമ്പല്ലിന്റെ ജോലി. അതായത് ഒരു വലിയ പീസ് ഓഫ് ഫുഡ്, അത് മീറ്റ് ആയാലും അതിനെ കഷ്ണങ്ങളാക്കി ഈറ്റബിൾ ആയിട്ട് മാറ്റുന്നതിനാണ് അതിന്റെ ജോലി. അപ്പൊ എന്താണ് ബൈറ്റിംഗ്? നോട്ട് ഏബിൾ ടു ബൈറ്റ്. അപ്പം എല്ലാം ബൈറ്റ് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ബൈറ്റ് കോൺഫ്ലിക്റ്റിനെ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് പീസസ്. എനിക്ക് ഐ വാണ്ട് ടു സ്നാച്ച് എ പേഴ്സൺ എന്നാണ്, പൊസസ് ചെയ്യുക. അതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രിപ്പ്. അപ്പം ഫ്രണ്ടിലുള്ള ഇൻസിസർ അത് ഹോൾഡ് ചെയ്യുകയാണ്, അത്ര സ്ട്രോങ് അല്ല. ഇവിടത്തേക്ക് വരുമ്പോഴാണ് അത് സ്ട്രോങ് ആയിട്ടുള്ള ക്യാച്ചാണ്. അവിടുന്ന് പിന്നെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പം മൊളാർസിലേക്ക് വരുമ്പോൾ പുറകിലത്തെ പ്രധാനപ്പെട്ട 3 പല്ലും അതിനു മുമ്പുള്ള 2 പല്ലും, ഇത് രണ്ടും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. മൊളാർസ് അത് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രഷ് ചെയ്യുക. അതായത് ഈ തിന്ന ഭക്ഷണത്തിന്റെ ലോഡിനെ ചെറിയ 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 പീസാക്കി ക്രഷ് ചെയ്ത് ചൂ ചെയ്യുന്ന അരയ്ക്കുക, അല്ലെ ചവയ്ക്കുക, എന്നിട്ട് അതിനെ നമ്മൾ വിഴുങ്ങുന്ന ഒരു അവസരത്തിലേക്ക്. അതായത് ഏതാണോ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ആരുമായിട്ടാണോ എനിക്ക് ഗ്രഡ്ജ് ഉള്ളത്, ആരുമായിട്ടാണോ എനിക്ക് സംഘർഷമുള്ളത്, അയാളെ ചവച്ച് അരയ്ക്കാനായിട്ടുള്ള. അപ്പൊ ചൂയിങ് ഹിം അപ്പ് ആൻഡ് സ്പിറ്റിങ് ഹിം, അവനെ ചവച്ച് തുപ്പണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഐ ആം നോട്ട് ഏബിൾ ടു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻ. അപ്പൊ ഇത് ഉള്ളിലാണ് ഈ ചേഞ്ചസ് വരുന്നതെങ്കിലും ആ സോഫ്റ്റ് ബോൺ കാലസ് അത് ഹീലിംഗ് സ്റ്റേജിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരുമ്പോഴത്തേക്കും ഈ ഇതിന്റെ അലൈൻമെന്റ്, പല്ലിന്റെ ലൈനിലുള്ള ഉണ്ടായിരിക്കേണ്ട അലൈൻമെന്റ് ഡിസ്റ്റോർട്ടഡ് ആകുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതാണ് പുതിയ കമ്പിയിടൽ പരിപാടി. അത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവരെല്ലാവരും അത് പല്ല് കമ്പി കെട്ടുക, അങ്ങനെ അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന്റെ കാരണങ്ങൾ ഇതാണ്. ഇനി നമ്മൾ അതിന്റെ പത്തോളജിയിലേക്ക് വരുമ്പോൾ ഡെന്റിൻ ലോസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പറഞ്ഞല്ലോ, അത് ന്യൂ മീസോഡേം ഡിറൈവ്ഡ് ആണ്. അതുപോലെ തന്നെ സെറിബ്രൽ മെഡുല്ല കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അവിടെ ടിഷ്യൂ ലോസ് ആണ്, ഡെന്റിൻ ലോസ് ആണ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിയത്തില്ല. ചിലപ്പോൾ പല്ലൊക്കെ ഒടിഞ്ഞ് വായിൽ വീഴുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട സ്ട്രോങ് ആയിരിക്കേണ്ട റൂട്ട് കേടായിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ, ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം, പല്ലൊരു ദിവസം കഷ്ണം വായിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് എ പെയിൻഫുൾ സിറ്റുവേഷൻ. അത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ് ആണ്. പിന്നെ അത് പ്രോഗ്രസ് ചെയ്താൽ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്ന? കോൺഫ്ലിക്റ്റ് റിസോൾവ് ആവാതെ നമ്മൾ അതുമായിട്ട് തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് റിസോൾവ് ചെയ്യാതിരിക്കുകയും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് പൾപ്പിലേക്ക് എത്തും. ഞാൻ ആദ്യം ഓർക്കുക, അതിന്റെ ഡെന്റിന്റെ തൊട്ട് ഉള്ളിലുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം നെർവ് സപ്ലൈ ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. സിവിയർ. അപ്പൊ ഒരു വശത്ത് നമ്മൾ അതിന്റെ സെൻസിറ്റിവിറ്റി കുറവാന്ന് പറഞ്ഞ് നമ്മൾ അറിയത്തില്ലെന്ന് പറഞ്ഞു, അത് ശരി തന്നെ. പക്ഷെ അത് അകത്തേക്ക് വ്യാപിച്ചാൽ ചിലപ്പോൾ അത് പൾപ്പിൽ ചെല്ലുകയും ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും.
ഇത് ഇന്റേണൽ ആയിട്ടുള്ള ഡീക്കേ ആണ് നടക്കുന്നത്. ഉള്ളിൽ ആ ടിഷ്യൂ ഡാമേജ് ആയിട്ട് വരുവാണ് ചെയ്യും. ഇത് ഇനി ബോണിലേക്ക് വരുമ്പോഴത്തേക്കും ഈ താടിയെല്ല് അല്ലെങ്കിൽ ലോ താടിയെല്ല്, മേൽത്താടി, കീഴ്ത്താടി, ഇപ്പൊ എല്ലിലേക്ക് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഈ പറയുന്ന അവസ്ഥ എല്ലിനെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സാക്ട്ലി നടക്കുന്നത് ബോൺ ലോസ് തന്നെയാണ്. കാരണം അത് ഞാൻ പറഞ്ഞു അത് സ്ട്രോങ്ങർ ദാൻ ബോൺ ആണ്, പക്ഷെ അത് റൂട്ട് ചെയ്തിരിക്കുന്നത് ബോണിലാണ്. അപ്പൊ ആ ബോൺസിൽ തന്നെ അതിന് ഡീജനറേഷൻസ് സംഭവിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ മറ്റേത് ബോണിലും ഉള്ള പോലത്തെ ഓസ്റ്റിയോ ലൈസിസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ലൈസിസ് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? കാരണം റൂട്ട് അവിടെ തെളിഞ്ഞ് 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 വരും. അതിനെ എവിടെയാണോ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അത് ഡിറ്റാച്ച്ഡ് ആയിട്ട് വരും. അതുകൊണ്ട് വേര് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും വി വിൽ ഫൈൻഡ് ദാറ്റ് ഈ പല്ലിന്റെ വേര് വളരെ നീളം കൂടിയതായിട്ട് നമുക്ക് തോന്നും. ആക്ച്വലി അത് അതുവരെ ഹീൽ കവേർഡ് ആയിരുന്നു, ഇപ്പോഴത് എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് അതിന്റെ. അപ്പം ഗ്രാജ്വലി പല്ലുകൾ ഇളകി പോകാനും അത് ഒരു സാധ്യതയാണ്. ഇതേ സമയത്ത് നടക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് പെരിയോഡോൺഷ്യം എന്ന് ഞാൻ പറഞ്ഞു. അതായത് അത് പെരിയോസ്റ്റിയം പോലെ തന്നെ പല്ലിന്റെ ഒരു കവറിങ് ആണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്, പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സും പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടായേക്കാം. ഇനി ഹീലിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? ഹീലിംഗിൽ വരുമ്പോഴത്തേക്കും അവിടെ പുതിയ പുതിയ ടിഷ്യൂ ഹീലിംഗ് ആകണമെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആവണം, റെസൊല്യൂഷൻ നടന്നിരിക്കണം, അത് മസ്റ്റാണ്. ഇപ്പൊ റിസോൾവ് ചെയ്തു എന്റെ കോൺഫ്ലിക്റ്റ്, സെൽഫ് ഡീവാലുവേഷനും ബൈറ്റ് കോൺഫ്ലിക്റ്റും, ഐ എം നോട്ട് ഏബിൾ ടു ബൈറ്റ് ബാക്ക് എന്നുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഞാൻ റിസോൾവ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു, എനിക്കതിന് കഴിഞ്ഞു, എനിക്കതിന് സാധിച്ചു എന്ന് വരുമ്പോഴത്തേക്കും ഇതെല്ലാം കുറച്ചൊക്കെ അവിടെ പുതിയ പുതിയ ടിഷ്യൂ ഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്ന പുതിയ സെല്ലുകളെ നമ്മൾ എല്ലിന്റെ കാര്യത്തിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒഡന്റോബ്ലാസ് എന്ന് പറയുന്ന ന്യൂ ബോൺ സെൽ, ബോൺ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ഒഡന്റോ ടിഷ്യൂ തന്നെയാണ്. അപ്പൊ അത് അവിടെ പുതിയതായിട്ടുണ്ടായി, അങ്ങനെ അത് സ്ട്രോങ് ആകും. അങ്ങനെ സ്ട്രോങ് ആകുന്നതിനെയാണ് നമ്മൾ ജസ്റ്റ് ബോണിലുള്ള അതേ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാലസ്. അപ്പൊ കാലസ് എന്ന് പറയുന്ന ഒരു തിക്കനിങ് ആണ്. തിക്കനിങ് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ബയോളജിക്കൽ പർപ്പസ് സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനും, അല്ല വന്നാൽ അതുപോലെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കാതിരിക്കാനുണ്ട്, നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാമാണ് എന്ത്, ഈ ഹാർഡനിങ് ഓഫ് ദി കാലസ്. അപ്പൊ കാലസ് എവിടെയുണ്ടോ, ഞാൻ നേരത്തെ പല സമയത്ത് പറഞ്ഞതാണ്, കാലസ് ഓൺലി ടു സ്ട്രെങ്തൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗൻ. ഇനി ഒരിക്കൽ ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബയോളജിക്കൽ പർപ്പസ് ഒരിക്കലും മറന്നേക്കരുത്. ഒന്നും നമുക്ക് ഡാമേജിങ് ആയിട്ടുള്ള, അല്ലെ നമുക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് പ്രകൃതി, അല്ലെ നമ്മുടെ ശരീരം പോലും ഒന്നും കരുതി വെച്ചിട്ടില്ല. ഇവിടെ ഉള്ള പ്രോഗ്രാംസ് എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹീല് ചെയ്ത് കാലസ് ഉണ്ടായി കൂടുതൽ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ കുറച്ച് ഡിസ്ട്രക്ഷൻ നടന്നാൽ മാത്രമേ അവിടെ ഒരു റീജനറേഷൻ സംഭവിക്കത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാകും. അപ്പോൾ ഡിസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മാൽ അലൈൻമെന്റ് അല്ലെ ഡിസലൈൻമെന്റ് സംഭവിക്കാം. അതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിയൊക്കെ ഇടുന്നത്, കൂടുതൽ എസ്തെറ്റിക് സെൻസേഷൻ ഉള്ള, അല്ല സെൻസ് ഉള്ളവരെ, കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് എന്തിനാണ്, അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന നമ്മുടെ കാവിറ്റീസ് ഉണ്ടാകും. കാരണം ഈ ഡിസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞ കൃത്യമായി ലീനിയർ ആയിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ചില പ്രത്യേക ഏരിയയിൽ മാത്രമായിട്ട് കാവിറ്റി റാൻഡം ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാവിറ്റി ഫോർമേഷൻ ഉണ്ടാകും. അപ്പൊ ഈ കാവിറ്റി ഫോർമേഷൻ സാധാരണ നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും ആശുപത്രിയിലാണെങ്കിലും ഡെന്റിസ്റ്റ് ആണെങ്കിലും പറയുന്നത്, നിങ്ങൾ ചോക്ലേറ്റ് കഴിക്കുന്നത് നിർത്തണം കേട്ടോ, നിങ്ങൾ ഐസ്ക്രീം കുറച്ച് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിർത്തണം, പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കരുത്, അവരുടെ പല്ല് കേടാകും, മിഠായി തിന്നാൻ കൊടുക്കരുത്. യാതൊരു ബന്ധവും ഇല്ലെന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഇനി ഭാവിയിൽ ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുവാണെങ്കിൽ അവർ ഓർക്കുക, പല്ല് കേടാകുന്നതും ഭക്ഷണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ആഴത്തിലുള്ള ഒരു ബോധ്യമായിട്ട് മനസ്സിലാക്കണം. അത് പഞ്ചസാര കഴിക്കുന്നുണ്ടോ, മധുരമുള്ളത് കഴിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ തണുത്തത് കഴിച്ചുകൊണ്ടോ, ചൂട് കഴിച്ചതുകൊണ്ടോ അവിടെ പല്ല് കേടാവത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം കോൺഫ്ലിക്ട്സ് ആണ്, എല്ലാം കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ട്. ഇനി നമ്മൾ ഇനാമലിലേക്ക് പോവാണ്. ഇത് സെയിം ആണ്. അവിടെ നിങ്ങൾക്ക് ആ പുറമേ കാണുന്ന ഇൻഫ്ലമേഷൻ ആണ്. ആ ഇൻഫ്ലമേഷൻ വല്ലാതെ ഹ്യൂജ്ലി സോളൻ ആണെങ്കിൽ അതിനെ നമ്മൾ സിൻഡ്രോം എന്നൊക്കെ പറയും. അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ട്. സിൻഡ്രോം വിശദീകരിക്കാനുള്ള സമയമില്ല, അത് കിഡ്നി റിലേറ്റഡ് ആണ്, വാട്ടർ റിട്ടൻഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഗം അത്രയും സോളൻ ആയിട്ട് കാണുവാണ്, കാരണം അവിടെ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്, വാട്ടർ റിട്ടൻഷൻ ഉണ്ട്. അത് ഈവൻ പല്ലുവേദനയായിട്ട് വരുന്ന ഒരാളുടെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു സ്വെല്ലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും
അത് ഈ പറയുന്ന സിൻഡ്രോം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് മർക്ക് പ്രോട്ടോയിഡ് മർക്ക് ബിന്നൈഡ് ഒക്കെ കൊടുക്കുന്ന ഒരു വശത്ത് റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മരുന്നുകൾ മാറ്റാറുണ്ട്. നമുക്ക് ഇനാമലിലേക്ക് പോകാം. ഇനാമൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് റെഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, കാരണം അതിൻ്റെ ബ്രെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്, എക്ടോഡെൻ ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രെയിൻ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ കാണുന്ന പടത്തിൽ ഈ സെറിബ്രൽ കോർട്ടെക്സിന്റെ ലാറ്ററൽ വ്യൂവിൽ കാണുന്ന പ്രീ മോട്ടോർ സെൻസറി കോർട്ടെക്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ വലതുവശത്തുള്ള പടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ടീത്ത് ഇനാമൽ, അതായത് ഇത്രയും വലിയ ശരീരത്തിൽ പല്ലിന്റെ ഇനാമൽ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഏരിയ ആണ്. പക്ഷെ അതും റൈറ്റ് ടീത്ത് കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡും ലെഫ്റ്റ് ടീത്തിന്റെ ഇനാമൽ കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡും ബ്രെയിനിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ പറയുന്ന ലാറ്ററാലിറ്റിയും ഹാൻഡഡ്നെസ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആപ്ലിക്കബിൾ ആണ് ഇവിടെ. അപ്പോൾ ഏത് വശത്തെ പല്ലാണ് കേടായിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ കൺക്ലൂഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾ വെതർ മദർ ചൈൽഡ് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ പാർട്ട്ണർ റിലേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഏത് വശത്തെ പല്ലാണ് കേടായിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രീ മോട്ടോസെൻ, നമ്മൾ ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറയുന്നിടത്താണ് നമ്മുടെ ഈ ഇനാമലിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ. പടം ഒന്നുകൂടെ വേണമെങ്കിൽ കണ്ടോളൂ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ആ റെഡ് കളറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ക്രൗൺ എന്ന് പറയുന്ന ഒരു പേരും അതിന് കൊടുക്കുന്നുണ്ട്. ആ ക്രൗൺ വന്ന് നമ്മുടെ മോണ എന്ന് പറയുന്ന ഗംസുമായിട്ട് ചേരുന്ന ഭാഗത്തിന് നെക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന് താഴത്തേക്കാണ് വേര് പോകുന്നത്. അത് ബോണിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുക. പൾപ്പ്, പെരിയോഡോൺഷ്യം, പെരിയോഡോണ്ടസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കുമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ ഇതേ പടത്തിൽ നമ്മൾ പറഞ്ഞതാണ്, കോൺഫ്ലിക്റ്റുകൾ പറഞ്ഞപ്പോഴത്തേക്കും ഇൻസിസർ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പൊ ബ്രെയിൻ കൺട്രോൾ പ്രീ മോട്ടോർ സെൻസറി കോർട്ടെക്സ് ആണ്, എക്ടോഡെർമൽ ഒറിജിൻ ആണ്. ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് നിങ്ങൾ മറന്നേക്കരുത്. അതായത് ഡെൻഡ്രെയിൻ ആണെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു ബൈറ്റ്, ഇനാമൽ ആണെങ്കിൽ ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ ഗ്രേഡ് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഐ ആം നോട്ട് ഏബിൾ ടു എന്ന് പറയുന്നതിൻ്റെ അകത്ത് എൻ്റെ സെൽഫ് ഡീവാലുവേഷൻ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ സെൽഫ് ഡീവാലുവേഷൻ കൂടുതലാണ്. വാല്യുവേഷൻ അല്ല കൂടുതൽ, ഡീവാലുവേഷൻ കൂടുതലാണ്. എൻ്റെ എബിലിറ്റി കുറവാണ്. പക്ഷെ എനിക്ക് എൻ്റെ ബൈറ്റ് ബാക്ക് ചെയ്യണമെന്നുള്ള ഇംഗിതം, കോൺഫ്ലിക്റ്റ് വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് റൂട്ടിലേക്ക് പോകുന്നത്, ഡെന്റിനിലേക്ക് പോകുന്നത്. ഇവിടെ അത്രയും ഇല്ല, പക്ഷെ ദി സെയിം കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇൻസിസേഴ്സ് ഓർ ബൈറ്റിംഗ് ആൻഡ് കട്ടിംഗ് ഫുഡ്, ഫോർ ആണ്, ഓറല്ല. ഇൻസിസേഴ്സ് ഫോർ ബൈറ്റിംഗ് ആൻഡ് കട്ടിംഗ് ഫുഡ്. ദി റിലേറ്റഡ് ബൈറ്റ് കോൺഫ്ലിക്റ്റ് നോട്ട് ബീങ് അലൗഡ് ടു ബൈറ്റ്, എനിക്ക് കടിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള അനുവാദമില്ല എന്നുള്ള. അപ്പൊ വീക്കാണ്, നമ്മുടെ പൊസിഷൻ സ്റ്റിൽ വീക്കാണ്. മറ്റേതിൻ്റെ അത്ര സ്ട്രോങ് അല്ല എൻ്റെ ഡിസയർ ടു ബൈറ്റ് ബാക്ക്. അപ്പൊ ഇനി കനൈനൊക്കെ ഞാൻ വിശദീകരിച്ചു. കനൈൻ കോമ്പലാണ്, പട്ടികൾക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട്, പട്ടി വർഗത്തിൽ പെട്ട മൃഗങ്ങൾക്ക് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അതിനെ കനൈൻ എന്നുള്ള പേര് അറിയപ്പെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് കോർണർ, ഈ കോമ്പൽ, അതുകൊണ്ട് കോണിലുള്ളതാണ് കോമ്പലായി മാറിയത്. ഇപ്പൊ കനൈൻസ് അത് കോർണറിലാണ്. അത് എന്തിനാണ്, നമ്മൾ കിട്ടിയ ഒരു ഇറച്ചി കഷ്ണമാണെന്ന് വിചാരിക്കുക, അതിനെ പീസ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ അകത്തേക്ക് എടുത്താൽ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കത്തില്ല. അതാണ് കോമ്പലിന്റെ പ്രത്യേകത. അതിനെ ഉള്ളിലേക്ക് സ്ട്രോങ് ആയിട്ട് ഗ്രിപ്പ് ചെയ്യുന്നു, അതിനെ കഷ്ണമായിട്ട് കീറി മുറിക്കുന്നു. ഇതാണ് കോമ്പലിന്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് അതിന്റെ റിലേറ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നോട്ട് ബീങ് അലൗഡ് ടു സ്നാച്ച് എ പേഴ്സൺ. ഇതെല്ലാം വ്യത്യസ്തമായ അർത്ഥത്തിൽ നിങ്ങൾ വ്യത്യസ്തമായ വ്യക്തികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇനി മൊളാർസിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം കോൺഫ്ലിക്റ്റ് ആണ്, പക്ഷെ ഹിയർ ഐ ആം നോട്ട് അലൗഡ് ടു ക്രഞ്ച് ആൻഡ് ഗ്രൈൻഡ് ആൻ ഒപ്പോണന്റ്. ഇവനെ ചവച്ച് അരച്ച് തുപ്പണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള അനുവാദമില്ല എന്ന് ഒരു വീക്ക് പൊസിഷനാണ്. മറ്റേത് അങ്ങനെയല്ല, ഐ എം നോട്ട് ഏബിൾ ടു, എൻ്റെ കൂടുതൽ സ്ട്രോങ് ആണ് എൻ്റെ ഡീവാലുവേഷൻ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ റിയൽ ലൈഫിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന നോട്ട് ബീങ് അലൗഡ് ടു ബൈറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആയിട്ടാണ്. കാരണം എല്ലാ എക്ടോഡെൻ ഡിറൈവ്ഡ് ടിഷ്യൂവും എല്ലാ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ടിഷ്യൂവിൻ്റെ അകത്ത് ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, വേറെ പല കോൺഫ്ലിക്റ്റ് ഉണ്ട്. ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, സെക്ഷൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ലോസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതെല്ലാം എക്ടോഡെൻ ഡിറൈവ്ഡ് ടിഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇവിടെ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. സെപ്പറേഷൻ മീൻസ് ഐ ആം നോട്ട് അലൗഡ് ടു.
ബൈറ്റ്. എനിക്കതിനുള്ള സാഹചര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ മയത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ വരുന്നത്. ഇനി ഇത് റിയൽ ലൈഫിൽ, അതായത് നമ്മുടെ അടുത്ത് വരുന്ന രോഗി അല്ലെങ്കിൽ ആരാണോ പല്ല് കംപ്ലൈന്റ് പറയുന്ന ആ രോഗി വന്ന് കംപ്ലൈന്റ് പറയുമ്പോൾ ആ രോഗിയുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വേണം നമ്മൾ ഇത് മനസ്സിലാക്കാനായിട്ട്. എന്തായിരിക്കും? ഐ വാണ്ട് ടു റിയാക്ട് ബട്ട് ഐ കനോട്ട്. എനിക്കത് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വളരെ പൂവർ ആയിട്ടുള്ള ഒരു സെൽഫ് ഡീവാലുവേഷനുള്ള ഒരു സ്റ്റേജിലാണ്. പലപ്പോഴും ഇറ്റ് മേ ബി എ സോഷ്യൽ റിസ്ട്രെയിൻ. സോഷ്യൽ റിസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഈ തീവ്രവാദ സ്വഭാവം എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ഞാൻ സൊസൈറ്റിയിൽ വീക്കാണ്, എനിക്ക് അവിടെ ബഹളം എടുത്തിട്ട് ഇവന്മാരെ അടിച്ചൊതുക്കാനുള്ള ശക്തിയൊന്നുമില്ല, പക്ഷെ അതെനിക്ക് പല്ലുവേദന ഉണ്ടായേക്കാം. തീവ്രവാദത്തിനെതിരായിട്ട് ഒരു സോബറായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള അനുവാദമില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് പല്ലുവേദന വരും. പലപ്പോഴും വൈറസിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ബഹളം, അല്ലെങ്കിൽ മാസ്ക് കെട്ടണമെന്ന് പറയുന്ന ബഹളം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറയുന്നു, ഇതിനോടൊന്നും യോജിപ്പില്ല. പക്ഷെ എൻ്റെ പൊസിഷൻ വളരെ വീക്കാണ്, എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ നമ്മുടെ പല്ലൊക്കെ കേടാകും. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഐ ആം ഇൻ എ വീക്കർ പൊസിഷൻ, ഐ കനോട്ട് റിയാക്ട് ബിക്കോസ് മൈ സോഷ്യൽ പൊസിഷൻ ഈസ് സോ റിസ്ട്രെയിൻഡ്. അപ്പൊ സപ്രസ്ഡ് സോഷ്യൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസിസറിന്റെയും കനൈനിന്റെയും മൊളാറിന്റെയും എല്ലാം അത് തന്നെയാണ്. എക്സ്പ്രഷൻ ബ്ലോക്ക്ഡ് ആണ്. ഐ കനോട്ട് എക്സ്പ്രസ് ബിക്കോസ് ഓഫ് ദി റീസൺസ് ഐ എം നോട്ട് സ്ട്രോങ് ഇനഫ്. സെൽഫ് ഡിവാലുവേഷൻ തന്നെയാണ്, ബട്ട് ലെസ് ഇന്റൻസ് വെൻ കമ്പയർഡ് ടു ദി ഡെന്റിൻ. അത് നിങ്ങൾ മറന്നേക്കരുത്. ഇപ്പൊ കനൈൻസ് അറ്റാക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുക, എനിക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവകാശമില്ല, എനിക്ക് കഴിയുന്നില്ല. ഡോമിനൻസ് ബ്ലോക്ക്, എനിക്ക് ഡോമിനേറ്റ് ചെയ്യണമെന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നുണ്ട്, പക്ഷെ അതും സംഭവിക്കുന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സെൻസിറ്റിവിറ്റി. അതായത് പെരിഫറൽ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ എന്ന് പറയുന്ന ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് പല്ലുവേദനയെ കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള ഗളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പ്രോഗ്രാം പാറ്റേൺ എന്നാണ് പറയുന്നത്. അപ്പം നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. സ്കിന്നിൽ എവിടെ പ്രശ്നമുണ്ടോ നമുക്കൊരു സെപ്പറേഷൻ ആണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ സ്കിന്ന് സെപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു നമ്പ് ഫീലിംഗ് വരുന്നു എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വേർ ഐ സഫർ ഫ്രം ദി സെപ്പറേഷൻ, എനിക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ഒരു നംനെസ് ആണ്, സെൻസിറ്റീവ് അല്ല, ഹൈപ്പോ സെൻസിറ്റീവ് ആണ്. പക്ഷേ ഹീല് ചെയ്യുന്ന സമയത്ത് അത് എക്സിമയായിട്ടും അലർജിക് ഡെർമറ്റൈറ്റിസ് ആയിട്ടും എന്താ സോറിയാസിസ് ആയിട്ടും എക്സിമയായിട്ടും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹൈപ്പർ സെൻസിറ്റീവ്. അപ്പം ഡ്യൂറിങ് ഹീലിംഗ് ആണ് പെരിഫറൽ സ്കിൻ അല്ലെങ്കിൽ എപ്പിഡെർമിസ് സ്കിന്നിന്റെ സെൻസിറ്റീവ്. ഇവിടെ നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആണ് ഹൈപ്പർ എസ്തേഷ്യ ഉള്ളത്. അതായത് പല്ലുവേദന ഉണ്ടെങ്കിൽ ദാറ്റ് പേഷ്യന്റ് ഈസ് സ്റ്റിൽ ഇൻ ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അത് ഹീലിംഗ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന സെൻസിറ്റിവിറ്റി ഡൗൺ ആയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇത് നിങ്ങൾ മറന്നേക്കരുത്. ഇനാമൽ തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇനാമലിന്റെ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ഇനാമലിൽ ഡിസ്ട്രക്ഷൻ വന്നാൽ ഇനാമലിൽ എന്ത് സംഭവിക്കും? അവിടെ കാവിറ്റീസ് ഉണ്ടാവും, അല്ലെ അൾസറേഷൻ വരും. അപ്പോൾ ടൂത്ത് ഇനാമൽ നമ്മൾ പുറമേ കാണുന്ന ക്രൗൺ എന്ന് പറയുന്നിടത്ത് തന്നെ ക്രാക്ക് വരുന്നു, അല്ലെ അൾസേഴ്സ് വരുന്നു, ദ്വാരം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളുക, സെൽഫ് ഡിവാലുവേഷൻ തന്നെയാണ്. അത് കാവിറ്റീസ് ഫോം ചെയ്യും. അപ്പോൾ അത് നമുക്ക് വേദനയായിട്ട് വരും. അപ്പൊ ഈ വേദനയെ നമ്മൾ പെരിയോസ്റ്റിയം പഠിച്ചപ്പോഴും നമ്മൾ റുമാറ്റിസം എന്ന് നാടൻ ഭാഷയിൽ വാദം എന്ന് പറഞ്ഞാലും അത് റുമാറ്റിസം എന്ന് പറയുന്ന ആ അവസ്ഥ ആർത്രൈറ്റിസ് അല്ല, റുമാറ്റിസം എന്ന് മനസ്സിലാക്കുക. റുമാറ്റിസം എന്ന് GSK പഠിപ്പിക്കുന്ന എപ്പോഴും പെരിയോസ്റ്റിയൽ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിനെ നമ്മൾ ടൂത്ത് റുമാറ്റിസം എന്നും വിളിക്കാം. ടൂത്ത് റുമാറ്റിസം, പല്ലിന്റെ വാദം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. എന്താണ് അതിന്റെ ബയോളജിക്കൽ പർപ്പസ്? എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരു ബയോളജിക്കൽ പർപ്പസ് ഉണ്ട്. കാരണം ഈ പ്രകൃതി, ബയോളജി, മദർ നേച്ചർ വിൽ ഡു നത്തിങ് എഗൻസ്റ്റ് അസ്. നമുക്കിട്ട് പണി തരാൻ, നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മളെ നശിപ്പിക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ വേദന ഉണ്ടാവും, കാവിറ്റി ഉണ്ടാവും, ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ ലോകം മുഴുവനും ഈ ലക്ഷണങ്ങൾ മാറ്റിത്തരണേ എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഏത് എന്താ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതിന് കൂടെ എച്ചും കൂടെ ചേർത്തു, കണ്ടിന്യൂയിങ് ഹോമിയോപ്പതി മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയാലും, ഏത് CME, ഏത് അലോപ്പതി ആയാലും, ഏത് കൺവെൻഷണൽ മെഡിസിൻ ആണെങ്കിലും എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? അല്ലെ നിങ്ങൾ യൂട്യൂബിലായാലും എവിടെ പഠിപ്പിക്കുന്നു? എങ്ങനെ വേദന മാറ്റാം, എങ്ങനെ ഷുഗർ കുറയ്ക്കാം, എങ്ങനെ സ്വെല്ലിങ് കുറയ്ക്കാം, എങ്ങനെ നീര്, അതെ സ്വെല്ലിങ് കുറയ്ക്കാം. അപ്പൊ സിംറ്റം എന്ന് പറയുന്ന ഇല്ലായ്മ ചെയ്യലാണ് കൺവെൻഷണൽ മെഡിസിൻ
ദയനീയമായിട്ട് നമ്മുടെ ഹോമിയോപ്പതി സുഹൃത്തുക്കളും അത് തന്നെയാണ്. എങ്ങനെ ഷുഗർ കുറയ്ക്കാം, ഏത് മെഡിസിൻ ആണെന്നല്ല. അതുപോലെ തന്നെ പല്ലുവേദന എങ്ങനെ കുറയ്ക്കാമെന്നല്ല, പല്ലുവേദന എന്തുകൊണ്ടുണ്ടായി, അത് കാവിറ്റി ആണോ ഉള്ളത്, ഇനാമലാണോ, ഡെന്റൈൻ ആണോ, ഗം ആണോ? അപ്പോൾ അത് മ്യൂക്കോസ, ബക്കൽ മ്യൂക്കോസ എന്ന് പറയുന്നത് സ്ക്വാമസ് സെൽ മ്യൂക്കോസ ആണോ, അതെയോ ഡീപ്പർ ആയിട്ടുള്ള, അതായത് ജെർമിനൽ ലെയറിൽ എൻഡോഡേൺ ഡിറൈവ്ഡ് ആയിട്ടുള്ള മ്യൂക്കോസ് മെമ്പറൈനും ഉണ്ട് വായിൽ, സബ് മ്യൂക്കോസ എന്ന് പറയുന്നത്, അതാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത്? കാരണം നിങ്ങൾ ആ ആദ്യത്തെ പടത്തിൽ കാണും, ചെറിയൊരു യെല്ലോ ലൈൻ ഉണ്ട്. അതിന്റെ കോൺഫ്ലിക്റ്റ് വീണ്ടും ആ, ആ, ഇത് തന്നെയാണ്, മോർസൽ കോൺഫ്ലിക്റ്റ് ആണ്. ഐ വാണ്ട് ടു പൊസസ് സംതിങ്, ഐ വാണ്ട് ടു swallow സംതിങ്, ഐ വാണ്ട് ടു ബൈറ്റ് സംതിങ്, or I want to eat something, but I am not allowed to, I am not getting, or I don't want, I am forced to eat. അപ്പം ദാറ്റ് ഈസ് ബോളസ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് മോർസൽ. അപ്പൊ ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബയോളജിക്കൽ പർപ്പസ് മനസ്സിലാവുള്ളൂ. ബയോളജിക്കൽ പർപ്പസ് മനസ്സിലായാൽ മാത്രമേ GHK നിങ്ങൾക്ക് ആസ്വദിച്ച് പഠിക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാതെ നീണ്ടു 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 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടാകും. എന്താണ് ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് ഒരു സൈഡിൽ മാത്രം, ഇത് ഇനാമൽ ഇൻവോൾവിങ് ഇൻസിസേഴ്സ് ഓഫ് ദി ലെഫ്റ്റ് ടീത്ത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ടീത്തിന്റെ ഇനാമലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന്, ലെഫ്റ്റ് സൈഡ് മാത്രമാണ്. രണ്ട്, ഇനാമലിന് മാത്രമാണ്. അതിനകത്ത് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ത്? പേഷ്യന്റിനോട് ചോദിക്കണം, ലെഫ്റ്റ് ഹാൻഡഡ് ആണോ റൈറ്റ് ഹാൻഡഡ് ആണോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്താണ്? പാർട്ട്നർ സൈഡ് ആണ്. അപ്പൊ ഇനാമൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബൈറ്റ് കോൺഫ്ലിക്റ്റ് തന്നെയാണ്, പക്ഷെ ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ്. അപ്പൊ എന്റെ റെസ്ട്രിക്ഷൻ, സോഷ്യൽ കൺസ്ട്രെയിൻസ്, മൈ വീക്ക്നെസ് തന്നെയാണ് സെൽഫ് ഡിവാലുവേഷൻ തന്നെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈസ് മദർ ചൈൽഡ് സൈഡ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പല്ലിന്റെ കംപ്ലൈന്റ്, നിങ്ങളുടെ കുട്ടിയുടെ ആയാലും നിങ്ങളുടെ തന്നെ ആയാലും നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ആയാലും ഫാമിലിയിലുള്ള ബിലവഡ് പേഷ്യൻസ് എല്ലാവരുടെ കേസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ബ്ലാക്ക് കളർ ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ഇനാമൽ ഈസ് അഫക്റ്റഡ് ഫോർ എ ലോങ് ടൈം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ഡ്യൂറേഷനും ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് ആ ഒരു, നമ്മൾ പത്തോളജി എന്ന് വിളിക്കുന്ന ആ ഒരു അപ്പിയറൻസ് വരുന്നത്. അപ്പൊ ഇവിടെ ഇനാമലാണ് ബാധിച്ചിരിക്കുന്നത്. അത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഇത് എന്താണ് അതിന്റെ പർപ്പസ്? സ്ലോലി ഇറ്റ് മേ ബി റിപ്ലെനിഷ്ഡ്. അതായത് അവിടെ ടിഷ്യൂ ഉണ്ടാവത്തില്ലെന്നില്ല, പക്ഷെ അത് വളരെ സ്ലോ ആയിരിക്കും. നിങ്ങൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് എല്ലാം റിസോൾവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയ പുതിയ ടിഷ്യൂ വരാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഡാർക്കർ കളറ് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ നിൽക്കുമ്പോഴാണ്. അപ്പൊ അഡ്വാൻസ്ഡ് ഇനാമൽ കാവിറ്റീസ് restricted to the right and left incisors. അതിന്റെ അർത്ഥം എന്താണ്? That patient is conflicted to partner side and mother child side. This indicates that the bite conflict is related to the person's mother child and partner side simultaneous. അങ്ങനെയുള്ള കേസുകളിലാണ് ഇത് ഡാർക്കർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക. ബൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഏബിൾ ടു ബൈറ്റ് ഡെന്റൈൻ, ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ് ഇനാമൽ അല്ലെങ്കിൽ ക്രൗൺ, മറ്റേത് അതിന്റെ റൂട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ജോ മസിലിലേക്ക്, ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ജോ മസിൽ, നിങ്ങൾക്ക് ജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ താടി, അതിന്റെ രണ്ട് സൈഡിലുള്ള ജോ മസിൽ, നിങ്ങൾ പറയാം മാസറ്റർ മസിൽ എന്നൊക്കെ പറയാം, ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ, ടെമ്പറാലിസ് മസിൽ, അങ്ങനെ പേരുകൾ എല്ലാം കൂടെ കൂടി ഒന്നാണ്. നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡിലെ പടത്തിൽ നിങ്ങൾ കാണുന്ന പോലെ വരയിട്ടിട്ടുണ്ട്. സ്ട്രേറ്റഡ് മസിൽസ് ആണ്, അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽസ് ആണ്, അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് ആണ്. ദാറ്റ് ഈസ് അണ്ടർ അവർ കൺട്രോൾ. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ജോ മസിൽസും കൂടെ അക്സസറി മസിൽസ് ആയിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ചവയ്ക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് കടിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ മൂന്ന് ഫംഗ്ഷനും ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ജോ മസിൽസ് അവിടെ വേണം. അപ്പൊ മൂവ്മെന്റ് ഓഫ് ദി ജോ ഈസ് ഇമ്പോർട്ടൻറ്റ്, അതാണ് അതിന്റെ ഫംഗ്ഷൻ. എന്റെ താടിയെല്ലുകളെ ഇങ്ങനെ, ഈ മാൻഡിബിളിനെ ഇങ്ങനെ മൂവ് ചെയ്ത് ബൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള മുഴുവൻ പവറും കിട്ടുന്നത് ഈ പറയുന്ന ജോ മസിലാണ്. അതുകൊണ്ടാണ് ആ ഇവൻ ദോ ഇറ്റ് ഈസ് മസിൽ, നമ്മൾ അതും കൂടെ ഈ പറയുന്ന പല്ലിന്റെ അവിടെ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ബ്രെയിൻ കൺട്രോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാനത് പറഞ്ഞു, അത് ഓറഞ്ച് കളറാണ്. അതുകൊണ്ട് തന്നെ അത് സെറിബ്രൽ മെഡുല്ല ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് താഴെയുള്ള പടത്തിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് കാണാൻ പറ്റും. അപ്പം എല്ലാ മസിലിനും ഉള്ള പോലെ സ്ട്രേറ്റഡ് മസിലിനുള്ള രണ്ട് കൺട്രോളിങ് സെന്റർ ഉണ്ട്. ഒന്ന് അതിന്റെ ബൾക്ക് ഓഫ് ദി മസിൽ, അതിന്റെ കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബ്രൽ മെഡുല്ല. പക്ഷെ അതിന്റെ മോട്ടോർ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ പടത്തിൽ കാണുന്നത്. മോട്ടോർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു മൂവ്, എനിക്ക് താടി ഡ്രോപ്പിംഗ് ഓഫ് ജോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ താടിയെല്ലിനെ ഉയർത്തി
ചവയ്ക്കാനോ സംസാരിക്കാനോ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ മോട്ടോറാണ് ഫങ്ഷൻ ആയിരിക്കും, അല്ലാതെ ഇവിടെ മസിലിനൊന്നും ഡാമേജ് വന്നിട്ടില്ല, അവിടെ ഡീജനറേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മോട്ടോർ ആക്ടിവിറ്റിയും അതിൻ്റെ ന്യൂട്രിയൻ്റ് ആക്ടിവിറ്റിയും നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ പറയൂ. അപ്പം സെർബൽ മെഡുല കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ന്യൂട്രിയൻ്റ് ആക്ഷനാണ്, അതിനെ നമ്മൾ ട്രോഫിക് ആക്ഷൻ എന്ന് പറയും. മോട്ടോർ കോൺഫ്ലിക്റ്റ്, ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത് അതിൻ്റെ മോട്ടോർ കോർട്ടെക്സ് കൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ മൂവ്മെൻറ്റും ബാധിച്ചേക്കാം ജോ മസിലിനെ, കാരണം അത് നമ്മുടെ പല്ലിൻ്റെ ഫംഗ്ഷനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് എല്ലാം നമ്മുടെ പല്ലിന്റെ കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. നോട്ട് ഏബിൾ ടു ഓർ നോട്ട് അലൗഡ് ടു ആക്ട്. വാട്ട് ഈസ് ആക്ഷൻ? മോട്ടോറിങ് എന്താണ് ഇവിടെ? ചവയ്ക്കുക, ചവച്ച് അരച്ച് തുപ്പുക, ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഈ മസിലിനെ ബാധിക്കും. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മസിലിനെ ബാധിച്ചാൽ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് വിച്ച് യു ഹിൻഡേർഡ് യു? നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് എന്താണ്, നിങ്ങൾ അലൗ ചെയ്യാതെ എന്താണ്, നിങ്ങളുടെ ഈ പറയുന്ന ചവയ്ക്കലിനെ പ്രതികൂലമായിട്ട് വന്നത്? അപ്പൊ നിങ്ങളുടെ സെൽഫ് ഡിവാലുവേഷൻ ആണ്, അല്ലെങ്കിൽ മോട്ടോർ കോൺഫ്ലിക്റ്റ് ആണ്. സ്റ്റക്ക് ഫീലിംഗ് ആണ് മോട്ടോർ കോൺഫ്ലിക്റ്റ്. അതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സെൽഫ് ഡിവാലുവേഷനും മസിൽസിൽ വരാം, അതുപോലെ തന്നെ മോട്ടോർ കോൺഫ്ലിക്റ്റും വരാം. ഇതിന് മറന്നു പോയേക്കരുത്. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ആസ് യൂഷ്വൽ ഏത് മസിലിനുള്ള പോലെ അവിടെ സെല്ലുലാർ അല്ലെ മസിൽ സെൽസ് ഡിപ്ലീഷൻ ആണ് വരുന്നത്, അല്ലെ നെക്രോസിസ് ആണ് വരുന്നത്. അതിന്റെ മോട്ടോർ ആക്ഷൻ ആണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് വരുന്നത്, പരാലിസിസ് ആണ്, കംപ്ലീറ്റ് ഡ്രോപ്പ് അത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡോക്ടേഴ്സിന് ഡയഗ്നോസ് ചെയ്തത് അത് ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ഡിസീസ്, TMJD, അങ്ങനെ പറഞ്ഞൊരു ഡയഗ്നോസിസ് വരും. പക്ഷെ ഡയഗ്നോസിസിൽ എന്താ കാര്യം? നമുക്കതിന് കൃത്യമായിട്ടൊരു GNM പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഡ്രോപ്പിംഗ് ഓഫ് ദി ജോ വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോ മാൻഡിബിൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഹീലിംഗ് ഫേസിൽ പരാലിസിസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് സ്റ്റക്ക് ഫീലിംഗ് ആയിരുന്നു, പക്ഷെ അത് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് സ്റ്റക്ക് ആയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ അതിന്റെ എപ്പിലെപ്റ്റോഡ് ക്രൈസിസിലാണ് ലോക്ക് ജോ, വായ കടിച്ചു, കാരണം അത് ഓപ്പൺ ചെയ്യാനായിട്ടേ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എപ്പിലെപ്റ്റോഡ് ക്രൈസിസിൽ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. ഇനി എന്തിനാണ് ഇതും നെഗറ്റീവ് ആയിട്ടുള്ള എന്തിനും വേണ്ടിയിട്ടല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അതിന്റെ പർപ്പസ്? അതിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും മസിൽ റീകൺസ്ട്രക്ട് ചെയ്ത് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രകൃതി ഈ പരിപാടി ചെയ്യുന്നത്. സ്പാസം ഉണ്ടാകാം, ഡ്രക്സിസം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് പല്ലുകടി. രാത്രിയിൽ പല്ലുകടി, കുട്ടിയായിരിക്കും പല്ല് കടിക്കുന്നത്, ചിലപ്പം ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും. പല്ല് കടിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് സപ്രസ്ഡ് ആയിട്ടുള്ള ആങ്കർ ഉണ്ട്. ഐ എം നോട്ട് അലൗഡ് ടു ബൈറ്റ്, ഐ എം നോട്ട് ഏബിൾ ടു ബൈറ്റ്. തിരിച്ച് ചവച്ചരയ്ക്കാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. ചിലപ്പോൾ കുട്ടികളൊക്കെ മൂത്ത ചേട്ടനോടായിരിക്കും, ചേച്ചിയോടായിരിക്കും, അമ്മയോടായിരിക്കും, അച്ഛനോടായിരിക്കും ദേഷ്യം. ഇതാണ് രാത്രിയിൽ പല്ല് കടിച്ച് കുട്ടി പ്രകടിപ്പിക്കുന്നതെന്ന് ഇനി എങ്കിലും ഹോമിയോപ്പതി ഡോക്ടേഴ്സായ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് സിംറ്റംസ് ഉണ്ടാക്കുന്നത്, അല്ലെ രോഗം എന്നുള്ള ഭാഷയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ ഹീലിംഗ് ഫിനോമിനൻ, അതായത് ഈ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് തന്നിട്ടുള്ളതിനെ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രാക്ടീസിലും ഒക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ പലപ്പോഴും പറയും, പല്ല് കേടായി, പല്ലിന് ആബ്സസ് വന്നു. പല്ലിന് ആബ്സസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയ്യോ ആന്റി ബാക്ടീരിയൽ ആന്റിബയോട്ടിക്സ് കഴിച്ചിരിക്കണം. കാരണം രോഗാണുക്കൾ ഇങ്ങനെ പറന്ന് നമ്മുടെ വായിൽ കൂടെ കയറി നമ്മുടെ ഈ ഇടതുവശത്തെ മൂന്നാമത്തെ പല്ലിന് മാത്രമായിട്ട് അങ്ങോട്ട് പെരുമാറുന്ന ബാക്ടീരിയ ഉണ്ട് പോലും. ഇപ്പൊ ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ടൂത്ത് ഡാമേജ്, ഡിക്കേയുടെ കാരണമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള പരിപാടിയാണ് നേച്ചർ പ്രതീക്ഷിക്കുന്നത്, അല്ലെ മദർ നേച്ചർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അവിടെ പസ് ഉണ്ടാകും, അവിടെ കാലസ് ഫോർമേഷൻ ഉണ്ടാകും, ചിലപ്പോഴത് പുറത്തുപോയേക്ക് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ആബ്സസ് പോലെ ഫോം ചെയ്ത് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. പെയിൻ മെക്കാനിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് ഇതിന്റെ അകത്തിരുന്ന് വിങ്ങൽ ഉണ്ടാക്കുന്നതാണ് ഭയങ്കരമായ വേദന. അത് പൾപ്പിലേക്ക് പോയിട്ട് അവിടെ പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കി ഭയങ്കരമായ ത്രോബിങ് പെയിൻ വന്നേക്കാം. അത് പ്രഷർ സിംറ്റംസ് ആണ്. പിന്നെ ടിഷ്യൂ സ്ട്രെച്ചിങ്, അതായത് ഈ പറയുന്ന ഏരിയാസിൽ അത് ഡീജനറേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് അവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ പുള്ളിങ് പെയിൻ ആക്കിയിട്ട് നമുക്ക് വന്നേക്കാം. ഇനി ഫിസ്റ്റുല വളരെ കോമൺ ആണ്, കാരണം ഒരു വശത്ത് ഒരു ദ്വാരം വീണിരിക്കുന്നു, പല്ലിന്റെ റൂട്ടിൽ നിന്നും മോണയിലേക്ക് ഒരു ഗം ആബ്സസ് എന്നോ അല്ലെങ്കിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത്. അതും
ഡ്രെയിനേജ് ചെയ്യാനായിട്ട് പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതെല്ലാം ഇഡിമ, ഞാൻ നേരത്തെ ഒരു മോണയുടെ കാണിച്ചു, ഇഡിമ സ്വെല്ലിംഗ് ആണ്. ഇതെല്ലാം വാട്ടർ റിട്ടൻഷൻ ആണ്. അതെല്ലാം ഐസൊലേഷൻ കോൺഫ്ലിക്റ്റ്, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ കോൺഫ്ലിക്റ്റ്, എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, പിന്നെ എന്താ ഹോസ്പിറ്റലൈസേഷൻ കോൺഫ്ലിക്റ്റ്, റിഫ്യൂജി കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് എല്ലാം ഉള്ള ആൾക്ക് ഇതിനോട് കൂടി തരുന്ന വല്ലാത്ത സ്വെല്ലിംഗ് കൂടുതലായിരിക്കും, വാട്ടർ റിട്ടൻഷൻ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളിടത്താണ് സ്വെല്ലിംഗ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ജോ റീകാൽസിഫിക്കേഷൻ, അതായത് ഡീകാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോലൈസിസ്, അല്ലെങ്കിൽ നമ്മൾ ഓഡോണ്ടോലൈസിസ് നടന്നാലും അത് വീണ്ടും റീപ്ലേസ് ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രമേ പ്രകൃതി ചെയ്യത്തുള്ളൂ. പക്ഷേ ആ കോൺഫ്ലിക്റ്റ് നിങ്ങൾ റിസോൾവ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ കണ്ടിന്യൂ. പലപ്പോഴും അത് ഒരു പെയിനും സെല്ലിങ്ങും കഴിഞ്ഞതിന് ശേഷം അത് പലപ്പോഴും മാറാതെ വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് തുടങ്ങും നീഡിൽ ബയോപ്സി, അല്ലെ ബയോപ്സിക്ക് അയച്ചു കൊടുത്ത് എന്താ ഇത് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത്, മൊളാർസിന്റെ നടുക്കൂടെ ഒരു ഫ്ലഷി ഔട്ട് ഗ്രോത്ത് വരുന്നത്, അതുകൊണ്ട് നമുക്കത് എടുത്തു പരിശോധിക്കാം. കാരണം ഈ സെല്ലാണ് അല്ലെങ്കിൽ ഈ ടിഷ്യൂ ആണ് ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി ഈ രോഗിയെ കൊല്ലാൻ പോകുന്നതെന്നുള്ള ഒരറിവാണ് നമുക്ക് ദൗർഭാഗ്യം കൊണ്ട് ഈ ലോകത്തിന് ഒരു പ്രത്യേക ശാസ്ത്രം നമുക്ക് തരും. അതുകൊണ്ട് അതിനെ അവർ ക്യാൻസർ എന്ന് പോലും വിളിച്ചു കളയും. അത് ഓർത്തേക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഒഡോഡോണ്ടിക് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്താണ്, അത് ടീത്ത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. റൂട്ട് കനാൽ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് വളരെ ഫെമിലിയർ ആയിട്ടാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ റൂട്ട് കനാൽ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാത്തവർ കാണത്തില്ല. അത്രമാത്രം പോപ്പുലർ ആണോ നൊട്ടോറിയസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് ദി ഡെന്റിസ്റ്റ് ഈസ് കില്ലിങ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ ഇല്ലാതെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ റൂട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ റൂട്ട് മുഴുവൻ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തങ്ങോട്ട് കളയുക ചെയ്യും. അപ്പോൾ അത് ഇറ്റ് ഇസ് നോ മോർ എ ലിവിങ് ഓർഗൻ അല്ല. കാരണം അതിലൂടെ ബ്ലഡ് സപ്ലൈ ഇല്ല, നെർവ് സപ്ലൈ ഇല്ല, ബ്ലഡ് ഡ്രെയിനേജ് ഇല്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു 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 നോൺ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഓർഗൻ നമ്മുടെ ബോഡിയിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. നമ്മൾ 10,000 രൂപ കൊടുത്ത് 20,000 എനിക്കറിയത്തില്ല, അത്രയും രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഒരു ബോഡി, നമ്മൾ വേദനയില്ല, ശരി തന്നെ, വേദന ഇല്ലാതാക്കാനുള്ള അനേക മെത്തേഡിൽ ഒന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഒരു കൺസെപ്റ്റ് അല്ലെ മെറ്റീരിയൽ ആയിട്ടുള്ള അപ്രോച്ചാണ് പലപ്പോഴും ഇതിൽ സംഭവിക്കാറുള്ളത്. കാരണം കെമിക്കൽസ് ഇഞ്ചെക്ട് ചെയ്യുകയും ആഴ്സനിക്കും കെമിക്കൽ മെർക്കുറി മുതലായ കെമിക്കൽസ് ഇഞ്ചെക്ട് ചെയ്യുക, ഇതിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തതിന് ശേഷം സിംറ്റംസിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം ഡാമേജിങ് ആണ്. കാരണം ആഴ്സനിക് മെർക്കുറി മുതലായ പോയിസണിങ് ആണ്. ബിക്കോസ് ദേ ഗീവ് ഇൻ ദി മെറ്റീരിയൽ ഡോസേജ്. അപ്പൊ ഇതിനൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവണം നമ്മൾ GSK ലേണേഴ്സിന്. അത് നമ്മൾ ക്ലിനിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഈ നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന അറിവുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്ലിനിക്കൽ നീഡ് എന്താണ് ഈ രോഗിക്ക് വേണ്ടതെന്നുള്ളത് ശരിക്കും ഒരു മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനൊരു ബയോളജിക്കൽ മീനിങ് ഉണ്ടെന്നും ആ ബയോളജിക്കൽ മീനിങ് മനസ്സിലാക്കിക്കാനും നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. നമ്മൾ വളരെ ചുരുക്കമായിട്ട് നമുക്ക് വേണേൽ പഠിക്കാം, വിശാലമായിട്ട് പഠിക്കാം. വിശാലമായിട്ട് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല നമ്മുടേത്. കാരണം നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 20 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഓരോ ചാപ്റ്ററും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെയെങ്കിലും നടുവേദന പോയി പഠിക്കുക, നിങ്ങളുടെ ഗ്യാസ്ട്രൈറ്റിസ് നിങ്ങൾ പോയി പഠിക്കുക, അല്ലെങ്കിൽ എന്ത് പേര് പറഞ്ഞാലും, അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് ആണ്, വയറിൽ ദഹനക്കേടാണ്, അല്ലെങ്കിൽ ഏത് സിംറ്റം അറ്റ്ലീസ്റ്റ് ദാറ്റ് പാർട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് വായിച്ചുകൂടെ? വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏത് ശാസ്ത്രം അല്ല ഏത് വിഷയം നിങ്ങൾ പഠിച്ചോ, പിറ്റേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗിയെ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളുടെ അറിവിനനുസരിച്ചാണ് നിങ്ങളുടെ അട്രാക്റ്റഡ് ആകുന്നത്, രോഗികൾ നിങ്ങളിലേക്ക് വരുന്നത്. അത് ദൈവം അയച്ചു തരുന്നതാണെന്നാണ് എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ പ്രഫുൽ ചേക്കർ പറഞ്ഞിരുന്നത്. അത് തന്നെ എനിക്ക് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് രോഗികളെ തരുമ്പോൾ അവർ കുറച്ച് ഫീസും കൂടെ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, നിങ്ങളുടെ റവന്യൂ അവർ തരും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം ഗോഡ് നോസ്. അപ്പോൾ അതുകൊണ്ട് രോഗികൾ നിങ്ങളുടെ അടുത്ത് വരും. എല്ലാവരും രോഗികളാകാൻ വേണ്ടിയിട്ടില്ല, അവർക്ക് നിങ്ങളിലൂടെ സൗഖ്യം കൊടുക്കാനായിട്ട് ഗോഡ് ഡിസൈൻഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് നമ്മുടെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ജോലി വളരെ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്നേക്കരുത്. ഇന്ന് പഠിപ്പിച്ച വളരെ ചുരുക്കമാണ് ഡെന്റിൻ ഇനാമൽ, 2 പ്രധാനപ്പെട്ട ടിഷ്യൂ. ഡെന്റിൻ ഐ എം നോട്ട് ഏബിൾ ടു ബൈറ്റ്. ഇപ്പോൾ ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഐ ഫീൽ ഓൾവേസ് ലോ വെൻ കമ്പയർഡ് ടു എ ബിഗർ അതോറിറ്റി.
അത് സൊസൈറ്റിയിലാവാം, ഫാമിലിയിലാവാം, ഓഫീസിലാവാം, വർക്ക് സൈറ്റിലാവാം. എവിടെയാണോ നമ്മൾക്ക് ബദലായിട്ട് എഗൻസ്റ്റ് ആയിട്ട് ഒരു എനിമിക്കൽ പൊസിഷനുള്ള വേർ ഐ ആം വീക്ക്, ഈ ഒരു ഫീലിംഗ് ആണ് ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ്. അല്ല റാൻഡം ആയിട്ട് റീസൺ ഇല്ലാതെ, കാരണമില്ലാതെ ഐസ് വെള്ളം കുടിച്ചുകൊണ്ട്, ഐസ്ക്രീം കഴിച്ചുകൊണ്ട്, മധുരം കഴിച്ചുകൊണ്ട്, ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട്, പഞ്ചസാര കഴിച്ചുകൊണ്ട് ഉണ്ടാകുന്ന രോഗമല്ല. രോഗാണുക്കൾ ഇങ്ങനെ പറഞ്ഞിട്ട് 70 കിലോ 65 കിലോ ഉള്ള ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു 15 കിലോ ഉള്ള ഒരു കുട്ടിയെ കയറി അറ്റാക്ക് ചെയ്യാൻ മാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയും ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇനാമൽ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ വീക്ക് ആയിട്ടുള്ള ഒരു ഐ ആം നോട്ട് അലൗഡ് ടു ബൈറ്റ്. മസിൽസ് ഐ ആം നോട്ട് ഏബിൾ ടു ആക്ട്, പ്രവർത്തിക്കുക, റിയാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ, ചൂ ചെയ്യാൻ എന്നൊക്കെയാണ് അതിന്റെ ടെക്നിക്കലി പറയുവാണ്. അപ്പോൾ റിയാക്ട് ചെയ്യാനായിട്ട് എനിക്ക് കഴിവില്ലെന്ന് തോന്നുന്നത് തന്നെയാണ്. സോ ദർ ഇസ് ഓൾവേസ് എ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്ട്. എല്ലാത്തിലും സെൽഫ് ഡിവാലുവേഷൻ ആണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ലൈക്ക് നമ്മൾ സ്പൈൻ ഇന്നൊരു ലേഡി വന്നു, ഞാൻ പറഞ്ഞ പോലെ ടോട്ടലി പറയുകയാണ് സെൽഫ് ഡിവാലുവേഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ട് ലംബാർ, എന്തുകൊണ്ട്? ബിക്കോസ് ഷീ ലാക്സ് സപ്പോർട്ട്. അങ്ങനെ നമ്മൾ അതിന് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സും പഠിക്കണം, ജനറൽ തീമും പഠിക്കണം. വളരെ ഈസിയാണ്, അതേസമയം കുറച്ച് ബുദ്ധിമുട്ടുകയും ചെയ്താൽ ആ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. GHK നിങ്ങൾ പറയുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ പലരും വിട്ടിട്ട് പോകുന്നത്, ഓ ഇത് ഭയങ്കര പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഇനി ഇതൊന്നും നടക്കത്തില്ല ഡോക്ടർ. അങ്ങനെയൊന്നുമില്ലെന്നേ. നമുക്ക് എപ്പോൾ വേണേലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ബ്ലെസ്ഡ്, ബിക്കോസ് യു ആർ നോട്ട് ഡൂയിങ് ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ആരോഗ്യത്തിന് പഠിച്ചിരിക്കണം, പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. കാരണം നിങ്ങൾ അറിവ് കൊടുക്കുന്നവരാണ് ഡോക്ടർമാരായതുകൊണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ഫുൾ ബയോളജിക്കൽ സൈക്കിൾ മറക്കരുത്. ലോസ് എന്തിനു വേണ്ടിയിട്ടാണ്? റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ ഈ പറഞ്ഞ ടിഷ്യൂവിലെല്ലാം നമ്മളിപ്പം ബോളസിലേക്ക് അല്ലെങ്കിൽ മോർസൽ കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. കാരണം അത് മൗത്തിൽ വരുന്നതാണ്. മൗത്ത് ഓൾറെഡി ടേക്ക് ഇപ്പൊ ചെയ്തതാണ്. ഇന്ന് നമ്മൾ ടൂത്ത് ആൻഡ് ജോ ആണ് എടുത്തത്. നമ്മൾ അത് മഞ്ഞ നിറത്തിലുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ടേ ഇല്ല. നമ്മൾ ഓറഞ്ച് നിറത്തിലുള്ള ഡെന്റിനും റെഡ് നിറത്തിലുള്ള ഇനാമലുമാണ് ഇന്ന് ചർച്ച ചെയ്തത്. അപ്പം ഹീലിംഗ് നടക്കുന്നത് റിപ്പയറിംഗ് ആണ്, അല്ലെ? ഹീലിംഗ് ഫേസ് ഈസ് ഈക്വൽ ടു റിപ്പയറിംഗ് ഫേസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? എ ഹാപ്പി പ്രോഗ്രാം. ഇപ്പൊ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ റിസ്റ്റോറേഷൻ ടു ദി നോർമൽ. നമ്മളെപ്പോഴും പറയും നമ്മുടെ ഹോമിയോപ്പതിയുടെ പർപ്പസ് റിസ്റ്റോറിങ് ദി പേഷ്യൻറ്റ് ടു ദി ഒറിജിനൽ പൊസിഷൻ, ഹെൽത്തി പൊസിഷനിലേക്ക് റിസ്റ്റോർ ചെയ്യുക. എവിടെയാണോ ഡീവിയേഷൻ നടന്നിട്ടുള്ള ആ ഡീവിയേഷൻ തിരിച്ച് റിസ്റ്റോർ ദി പേഷ്യൻറ്റ്, അല്ലെ റിസ്റ്റോർ ദി. അതുപോലെ തന്നെയാണ് പ്രകൃതി ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും രോഗികളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഡോക്ടർമാരെക്കാളുമോ, മരിച്ചുപോയ മുഴുവൻ ഡോക്ടർമാരെക്കാളുമോ, ഇനി ജീവിക്കാനിരിക്കുന്ന മുഴുവൻ ഡോക്ടർമാരെക്കാളുമോ, വർഗീസ് ഡോക്ടറെക്കാളുമോ നല്ലൊരു ഡോക്ടർ, മിടുക്കനായ ഡോക്ടർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഡോക്ടറെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കൂ, ആ ദൈവത്തെ ബഹുമാനിക്കൂ, ഈ ബയോളജിയെ ബഹുമാനിക്കൂ, സ്നേഹിക്കൂ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുവാണ്. ഇതൊരു റാൻഡം അല്ല നമ്മുടെ ടൂത്ത് ഏക്കുന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ചുമ്മാ പല്ലുവേദന വന്നു, ഇന്ന് ഉടനെ ആശുപത്രിയിൽ പോയി ഡെന്റിസ്റ്റിനെ കണ്ടു, ഇഞ്ചക്ഷൻ തന്നു, വേദന. അങ്ങനെയല്ല. ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ഓൾവേസ് 100% ആക്സിഡന്റ്, നിങ്ങൾക്ക് താടക്കിട്ട് ആരെങ്കിലും കല്ല് വെച്ച് ഇടിച്ചു, അല്ലെങ്കിൽ വടി വെച്ച് ഇടിച്ചു, ഇതൊക്കെ റെയർ ആയിട്ട് നടക്കുന്ന. ഹസ്ബൻഡ് സ്മാഷ് ചെയ്തു, ഇതൊക്കെ വളരെ റെയർ ആയിട്ടാണ്. അത് ഇഞ്ചുറിയാണ്, പല്ലുവേദന വന്നേക്കാം. അതല്ല, അല്ലാതെ വരുന്ന പല്ലുവേദനകൾ, പല്ല് കാവിറ്റീസ് എല്ലാം ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒരു ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ബയോളജിക്കൽ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഈ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ് സോ കോൾഡ് പ്രോഗ്രാം വിച്ച് വി കോൾ ഡിസീസ്. അപ്പോൾ ട്രൂത്ത് റിലേറ്റഡ്, ജോ റിലേറ്റഡ്, അല്ലെങ്കിൽ ജോ മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇപ്പൊ റാൻഡം അല്ല രോഗങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ രോഗങ്ങളെ പോലെ തന്നെ ടൂത്ത് കംപ്ലൈൻസും ഒരിക്കലും റാൻഡം അല്ല. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദി കോൺഫ്ലിക്ട്സ്. അപ്പോൾ ബോഡി നെവർ മേക്സ് മിസ്റ്റേക്ക്, ബോഡി നെവർ മേക്സ് മിസ്റ്റേക്ക്. അത് ഡോക്ടർ ഹാമർ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. രോഗം എന്ന് പറയുന്നത് നമുക്കിട്ട് പണി തരാൻ വേണ്ടി, നമുക്കിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല, അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ബോഡി നെവർ മേക്സ് മിസ്റ്റേക്സ്, അത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഡോക്ടർ ഹാമർ പറഞ്ഞതാണ് ബോഡി നെവർ ലൈസ്. ശരീരം ഒരിക്കലും കള്ളം പറയത്തില്ല. സെയിം മീനിങ് ആണ്. അതായത് നിങ്ങളോട് ശരീരം ഒരു ഭാഷ, അതിന്റെ ഭാഷയിൽ പറയുവാണ് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് റിപ്പയർ ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ്. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മറന്നിട്ട് എങ്ങനെ എൻ്റെ പല്ലുവേദന മാറ്റാൻ, ഏതാ ചമോമലയാണോ, പൾസാറ്റിലയാണോ, സ്റ്റാഫിസാഗ്രിയാണോ, മർസോളാണോ, അതാണ് എങ്ങനെ എനിക്കിപ്പോൾ സലൈവേഷൻ ഉണ്ട്,
എല്ലാത്തിലും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ സലൈവേഷനും സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുന്നേ. അപ്പൊ എന്തുകൊണ്ട് മെർസോൾ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം? ഹോമിയോപ്പതി ഡോക്ടേഴ്സിനോട് മാത്രം പറയുവാണ്. എല്ലാ മെഡിസിനും മൈൻഡ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ GHKയിലും മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പ്രോഗ്രാം. അതുകൊണ്ട് ആ മൈൻഡും നിങ്ങളുടെ റെമഡിയും കൂടെ സ്യൂട്ട് ആയാൽ മാത്രമേ യു ആർ മേക്കിംഗ് എ ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷൻ എന്ന് ആദ്യം മുതലേ വിശ്വസിച്ച ആളാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ പേറ്റൻസിനെതിരെ ഫൈറ്റ് ചെയ്തു, പിന്നെ സ്പെസിഫിക്കിനെതിരെ ഫൈറ്റ് ചെയ്തു. പക്ഷെ അവസാനം എൻ്റെ പല്ല് കേടായതേ ഉള്ളൂ. കാരണം ഐ ആം വീക്ക്. കാരണം എല്ലാ സംഘടനകളിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനമില്ലല്ലോ. കാരണം സംഘടനകൾക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഇയാൾ എന്തോ വട്ട് പറയുവാണ് വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനമില്ല. പക്ഷെ നമ്മളെപ്പോഴും എൻ്റെ പല്ല് കേടാക്കിക്കൊണ്ടിരിക്കും. കാരണം ഐ ആം നോട്ട് ഏബിൾ ടു ബൈറ്റ് ബാക്ക്. അത് സ്ട്രോങ് ആകണം എന്ന് തോന്നും, പക്ഷെ നമ്മൾ വീക്ക് ആണെന്നുള്ള ബോധ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ നമ്മുടെ പല്ല് കൊഴിഞ്ഞു പോകും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ഹിയറിംഗ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, 18 പേര് എന്നെ ശ്രവിച്ചു. നിങ്ങൾക്കെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ആരോ ഒരാൾ ചാറ്റ് ബോക്സിൽ എന്തോ എഴുതിയിട്ടുണ്ട്, നോക്കട്ടെ. അവിടെ വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ. അതെന്റെ പ്രിയ ഫ്രണ്ട് ആനി ജോൺ ആണ്. താങ്ക് യു ആനി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടറെ താങ്ക് യു. ഡോക്ടറെ ഗുഡ് ഈവനിങ്. ഞാനൊരു പറയൂ. അത് ശരിക്കും ഈ ഡെൻഡൈൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പം സെറിബ്രൽ മെഡുല കൺട്രോൾ ചെയ്യുന്നു. അവിടെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് സെൽ ലോസ് ഉണ്ടായിരുന്നു. നമ്മുടെ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസിൽ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ ഡോക്ടറെ? കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞു. സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസസിൽ ബിയോണ്ട് എബിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാൽപ്പല്ല് ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ മാത്രമേ അത് റിസ്റ്റോറേഷൻ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്യാവിറ്റി ഉണ്ടായാൽ, ക്യാവിറ്റി വന്നാൽ കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ അത് തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഡോക്ടർക്ക് പല്ല് ഒരിക്കൽ ഇപ്പൊന്ന് പൊട്ടലുണ്ടായി, ആ കൺഫ്ലിക്റ്റ് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ആ ക്യാവിറ്റി ഫില്ലാകാത്തത്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരുടെ ഒരു അറിവിലേക്ക് ഞാൻ പറയുകയാണ്. പക്ഷെ അത് ശരിയാണോ? തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഐ ആം ലിമിറ്റിംഗ് മൈ നോളജ് ഓർ ലേണിംഗ് ടു www.learninggene. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പേര് GNM അവരുടേതായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബി ജോൺ ഏബൽ എന്ന് പറയുന്ന ബുക്ക് വളരെ പോപ്പുലർ ആണ്, ലോകത്തിൽ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്, ഞാനും വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഫ്രീ റീഡിങ് നിങ്ങൾക്ക് സാധ്യമാണ്. യു ക്യാൻ ഡൗൺലോഡ്. ബി ജോൺ, ബി ക്യാപിറ്റൽ JAOHN, HN ആണോ RN ആണോ, അങ്ങനെ ഒരു സ്പെല്ലിംഗ് ഉണ്ട്. ഏബൽ, EYBLE. അപ്പോൾ അദ്ദേഹം ഓസ്ട്രിയക്കാരനാണ്. അദ്ദേഹം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ഏത് നോളജിൽ. അല്ലാതെ ഒരു കട്ട് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥയായിട്ടുള്ള കാരോളിൻ്റെ തന്നെയാണ്, കാരോളിൻ മാർക്കോലിൻ. ഷീ ഈസ് എ ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഡോക്ടർ. ഇനി കാരോളിൻ മാർക്കോലിൻ ബിജോണിന്റെ ഈ പുസ്തകത്തെക്കുറിച്ച് പുള്ളി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ. കാരണം അദ്ദേഹം തന്നെ, അല്ല, കാരോളിൻ തന്നെ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയാം. അപ്പം അതിൻ്റെ അതൊന്നും എടുത്തുകൂടാതൊന്നുമില്ല. ബിജോണിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഫ്രീ ആണ്. ഞാൻ അത് നേരത്തെ നമ്മുടെ മലയാളം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവൈലബിൾ ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, ധാരാളം പേര് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഭാവിയിൽ നമ്മൾ റിസർച്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ CCRH പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്കൂൾ അതോറിറ്റി ഓട്ടോണമസ് ബോഡി ടേക്കപ്പ് ചെയ്തിട്ട് ഇതിൽ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ഫൈൻഡിങ് ഔട്ട് ന്യൂ ആയിട്ടുള്ള അറിവുകളിലേക്ക് എത്തും. ഡോക്ടർ ശശി പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, പല്ല് കേടായാൽ അത് റിപ്പയർ ചെയ്യുമോ? അപ്പം ഐഡിയലി നമുക്ക് അങ്ങനെ പറയാമെങ്കിലും പല്ല് കേടായി കഴിഞ്ഞാൽ മിക്കവാറും അത് തന്നെ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരും. എങ്ങനെയാണോ സോറിയാസിസ് ഉള്ള ആൾക്ക് എന്നും അയാൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഈ ചൊറിച്ചിൽ അത് തന്നെയാണ് അയാളുടെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, ടച്ച്. അതപ്പോൾ ഇവിടെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന സ്കാബ്സ് അല്ലെങ്കിൽ സ്കെയിൽസ് എനിക്ക് ഹാംഫുൾ ആയിട്ട് തോന്നുവാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാതെ തോന്നുവാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ കോൺഫ്ലിക്റ്റ്. എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ പല്ല് കേടായി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പിളിൽ നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ പ്രാക്ടിക്കലി അത് സംഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതിനാണ് പല്ല് റീപ്ലേസ് ചെയ്യുക, നമ്മൾ ആർട്ടിഫിഷ്യൽ
ഡെൻഡൈൻ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, ഒരു ഒരു എൻ്റെ കയ്യിൽ എൻ്റെ നെയില് ഡാർക്കായിട്ട് കിട്ടും. അതിൻ്റെ കോൺഫ്ലിക്റ്റ് എനിക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്, ബിക്കോസ് അതൊരു അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ മൈ അറ്റംപ്റ്റ്സ് അത് ഹീലായിട്ടില്ല. ഹീലാകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഹീലിംഗ്. പക്ഷെ അതിൻ്റെ കളർ മാറി എനിക്ക് പഴയ ഒറിജിനൽ കളർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പൻ. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ഡേർട്ടി കോൺഫ്ലിക്റ്റ്, അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആണെന്നുള്ളതാണ് അത് സംഭവിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല ഇപ്പം. അപ്പൊ അതുപോലെ നമ്മൾ ചില പല്ല് കേടായി, അല്ലെങ്കിൽ ഒരു സ്കാർ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയുന്നതാണ്, ഞാനൊരു ആക്സിഡന്റ് ഉണ്ടായി, ഐ ഹാഡ് ടു മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. എൻ്റെ കാറ് വേറൊരു കാറുമായിട്ട് കൊളാപ്സ് ചെയ്തു, എൻ്റെ കാലൊടിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് മുറിഞ്ഞു, ഇവിടെ ഇത്രയും നീളമുള്ള ഒരു 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 സ്കാർ ഫോർമേഷൻ ഉണ്ടായി. പക്ഷെ ആ സ്കാർ കാണുമ്പോൾ ഞാൻ ഓർക്കണം, ദൈവം എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, മരണത്തിൽ നിന്ന് രക്ഷിച്ചു, എൻ്റെ ഒരു അംഗവൈകല്യം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയണം എന്ന് പറയുന്ന പോലെ ഈ പ്രോഗ്രാം എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്, അപ്പോഴെല്ലാം നമ്മൾ ദൈവത്തിന് നന്ദി പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അത് നമ്മളെ ആരോഗ്യത്തിൽ നിലനിർത്തും. വളരെ സങ്കടമുണ്ട് പറയുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെറിയ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു, അല്ലെങ്കിൽ പല സ്ട്രോക്ക് വന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എടാവേ എനിക്ക് സ്ട്രോക്ക് അടിച്ചു, നമുക്ക് സിമ്പതൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അവിടെയെല്ലാം നമ്മുടെ പല്ല് പിന്നെയും കേടാവും. ഇതൊക്കെ റിയാക്ട് ചെയ്യണമെന്നും പറയണമെന്നും പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ സാധിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഡോക്ടർ അനിത ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മലയാളത്തിൽ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും. 15 പേരാണ്, 16 പേരാണ്, 18 പേരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുള്ളത് ഐ ആം ഹാപ്പി. ഇത്രയും പേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ പലരും ഇവിടെ വിസിറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഡോക്ടർ അനിതയോട് പറയും, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ ഇടണം. അതിനുവേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ജാനുവരിക്ക് ശേഷം കുറേ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ഡോക്ടർ അനിത പറയുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് വലിയ നന്ദി മുൻകൂട്ടി അറിയിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ ശശി കറക്റ്റ് ചെയ്തതുപോലെ. നന്ദി. സ്ഥിരമായിട്ട് കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ലെറ്റ് us മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാകട്ടെ. അല്ലെങ്കിൽ ഈ നിശബ്ദത അസഹനീയമാണ്. അതുകൊണ്ട് നമുക്ക് നിർത്താം. രാത്രി ഇത്രയായില്ലേ. അപ്പൊ അനിത, നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. ആർക്കും ഒന്നും ചോദിക്കാനും സംസാരിക്കാനും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം സാറേ. അല്ല സാറേ, യെസ് ശ്രീകുമാർ പറയൂ. സാറേ, ഈ അപ്പർ ജോയും ലോവർ ജോയും ഉണ്ടല്ലോ, അപ്പൊ അതിന് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഡിഫറൻസ് ഉണ്ടോ? അത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം ഇത് രണ്ടും കൂടെ ഉള്ള ഒരു സിസർ ആക്ഷനിലാണ് ഇതിനെ ഒന്നെങ്കിൽ ബൈറ്റ് ചെയ്യുന്നതും ഗ്രിപ്പ് ചെയ്യുന്നതും ച്യൂ ചെയ്യുന്നതും പൾവറൈസ് ചെയ്യുന്നതും സ്പിറ്റ് ചെയ്യുന്നതിനും എല്ലാം ഇത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ വായിച്ചിടത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പർ ജോയും ലോവർ ജോയും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത്. കാരണം അപ്പർ ജോ ഇമ്മൊബിലാണ്, ലോവർ ജോ മാൻഡിബിൾ ആണ് എപ്പോഴും നമ്മൾ മൂവ് ചെയ്യും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സിസറിന്റെ ആക്ഷൻ പോലെയുള്ള ആക്ഷൻ വരുന്നത്. നല്ല ചോദ്യമാണ് ഡോക്ടർ ശ്രീകുമാർ. ഞാനും ചിന്തിക്കാം, എവിടെയെങ്കിലും ഉത്തരം കിട്ടുമെങ്കിൽ ഇവിടെ പറയുക, എന്നോട് പറയുക. എനിക്ക് താല്പര്യമുണ്ട്. ഈ ടെറ്റനസിന് നമ്മൾ ലോക്ക്ഡ് ജോയ് അല്ല, രണ്ടും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, അല്ല, രണ്ടും കടിച്ചു പിടിക്കുമല്ല. കടിച്ചു പിടുത്തം എന്ന് പറയുന്നത് ഒരിടത്തു നിന്നുള്ള പുള്ളിങ് മാത്രമാണ്, അല്ല മുകളിൽ നിന്ന് താഴത്തേക്ക് പുള്ളിങ് വരുന്നില്ല. താഴെയുള്ള മസിലിനെ പിടിച്ച് മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് ഈ ട്രിസ്മസ് എന്ന് പറയുന്ന ലോക്ക് ജോ വരുമ്പോഴത്തേക്ക്. അത് ദൗർഭാഗ്യം കൊണ്ട് നമ്മൾ അത് ഈ പറയുന്ന ടെറ്റനസുമായിട്ട് ചേർത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഈ പറയുന്ന ലോക്ക് ജോ വരാം. സ്റ്റക്ക് ഫീലിംഗ് ആണ്. എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റിയില്ല, കടിച്ചുപോയി എന്നല്ലേ അതെ, അത് തന്നെ. എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഐ ആം നോട്ട് ഏബിൾ ടു റിയാക്ട്. ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്ന ഈ രണ്ട് മൃഗങ്ങളെയാണ്. ഒന്ന് അൽസേഷ്യൻ ഡോഗ്, ഹീസ് വെരി പ്രിവിലേജ്ഡ്, ഹി ക്യാൻ മൂവ് അറൌണ്ട് എനിവൺ, ഡു ഓൾ നോൺസെൻസ്, എനിത്തിങ്. ബട്ട് ഈ പോമറേനിയൻ ഡോഗ്, ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ സ്മോൾ സ്റ്റേച്ചർ, ഹി ക്യാൻ നോട്ട് റിയാക്ട്. ഇവിടെ ഹോമിയോപ്പതിക്കാരും
ഒക്കെ അല്ലെ ആയുഷ് സിസ്റ്റംസ് മൊത്തത്തിലും പിന്നെ ഹോമിയോപ്പതിക്കാരായ ഞങ്ങളെല്ലാം പിന്നെ അതിൻ്റെ കൂടെ എങ്ങാനും മ്യാസം പറഞ്ഞു പോയാൽ മ്യാസം പറയുന്നവരും പിന്നെ GNM പറയുകയാണെങ്കിൽ പിന്നെ പറയണ്ട. നമ്മളൊക്കെ പവർഫുൾ അല്ല എന്ന് തോന്നുമ്പോഴാണ് ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് കൂട്ട്. ഓൾ പവർഫുൾ ആയിട്ടുള്ള ഗോഡാണല്ലോ. അപ്പം ഓൾ പവർഫുൾ ആയിട്ടുള്ള ഗോഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇഫ് ഗോഡ് ഈസ് വിത്ത് us who can be against us എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ജനങ്ങളിൽ എത്തും. അങ്ങനെ 8 ബില്യൺ പീപ്പിൾ ആണെന്നാണ് പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ. അവരുടെ അടുത്ത് എല്ലാം എത്താതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അറിവാണ് ഇത്. ഇന്ന് കാട്ടിക്കൂട്ടുന്ന നമ്മളിപ്പം ഇലക്ഷൻ സമയത്താണ് കേരളത്തിലുള്ളവരെല്ലാവരും ഇവിടെ മത്സരിക്കുവാണ് ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, മോർ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മത്സരിക്കുവാണ്. അപ്പം റിയൽ ആയിട്ടുള്ള ഹെൽത്തിൽ നിന്ന് എത്രയോ അകലെയാണ് കാര്യങ്ങളുടെ പോക്ക്. എത്ര കോടി രൂപ ഓരോന്നും ചെലവാക്കുന്നു എന്നുള്ളതാണ് മത്സരം. അതൊക്കെ പോട്ടെ, വലിയ വലിയ ടോപ്പിക്കുകളാണ്, നമുക്കിപ്പോൾ തൽക്കാലം അവിടെ പോകണ്ട. അനിത, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഈച്ച് വൺ ഓഫ് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ് അറ്റൻഡൻസ്. താങ്ക് യു. Thank you, sir. Thank you for a wonderful session. Thank you all. Good night. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night to all.